ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നമുക്ക് ഈ പുലരി സമ്മാനിച്ച ദൈവത്തിന് ഒരു നിമിഷം ഓർത്തുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാരും കണ്ണുകളടച്ച് ഒരു നിമിഷം ദൈവത്തിലേക്ക് പ്രാർത്ഥിക്കും. താങ്ക് യു. എല്ലാവരെയും ഈ പവർഫുൾ സിക്സ് ടൈം ക്ലബിന്റെ സൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹത്തോടെ തന്നെ സ്വാഗതം ചെയ്യുന്നു. എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ എല്ലാവർക്കും അറിയാം, എന്നാൽ പോലും ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് സിറ്റി ശ്രീജിത്ത്. സ്ഥലം വരുന്ന മൂവാറ്റുപുഴയാണ്. പ്രൊഫഷൻ നേഴ്സിംഗ് ആണ്. ഇന്ന് ഈ പ്രൊജക്റ്റും ഒക്കെ ആത്മാർത്ഥമായിട്ട് നെഞ്ചിലേറ്റ് നല്ല രീതിയിൽ വർക്കെടുത്ത് മുമ്പോട്ട് പോകുന്നു. ഇന്ന് നമുക്ക് സൂമില് കൺസിസ്റ്റൻസിയെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വേറെ ആരുമല്ല, നമ്മുടെ ഗ്രേറ്റ് ലീഡർ അഭിലാഷ് സാറാണ് ഇന്ന് സൂമിൽ അവൈലബിൾ ആയിരിക്കുന്നത്. സാറിന്റെ സ്ഥലം വരുന്നത് കുമ്പളങ്ങിയാണ്. നല്ലൊരു ടീമിനെ, കരുത്തുറ്റ ഒരു ടീമിനെ നല്ല രീതിയിൽ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് തന്നെ അവരുടെ ഓരോ കുടുംബങ്ങളിലേക്ക് നല്ല രീതിയിൽ വരുമാനം എത്തിച്ചു കൊടുക്കുന്ന ഒരു ഗ്രേറ്റ് ലീഡർ, നല്ലൊരു ഗായകൻ, പുതിയ തലമുറയ്ക്ക് നല്ലൊരു മാതൃക കാണിക്കുന്ന രീതിയിൽ സ്വന്തം ബ്ലഡ് ദാനം ചെയ്യുന്നവരുടെ പുതിയ തലമുറയ്ക്ക് നല്ലൊരു മാതൃക കാണിക്കുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ്. സാറിനെ ഏറെ സ്നേഹത്തോടെ എല്ലാവരുടെ അനുവാദത്തോടെ ഈ സൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് അഭിലാഷ് സർ. യെസ്, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ. ഓഡിയബിൾ അല്ലേ? എല്ലാ നല്ല വാക്കുകൾക്കും ഒത്തിരി സ്നേഹം, നന്ദി. ഗുഡ് മോർണിംഗ് ഓൾ. വിജു സാർക്ക് യാത്രയിലാണ്. യെസ്, എനിവേ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാനും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സൂമിലേക്ക് എല്ലാം സാന്നിധ്യമായിട്ടുള്ള നമ്മുടെ സലീമിക്ക, അതുപോലെ ഗീത ചേച്ചി, ഇന്ദിര ചേച്ചി, അക്ക, അതുപോലെ തന്നെ നമ്മുടെ ഭാസ്കർ മാഷ്, നമ്മളെല്ലാവരും ആയിരിക്കുന്ന ഈ മേഖലയിൽ വിജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഈ ഒരു സൂമിന്റെ ഭാഗമായിട്ട് കയറുന്നത്. വിജയിക്കണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹവുമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോ ഇതിന്റെ ഭാഗമായിട്ടുള്ളത്. എന്നാൽ നമ്മൾ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടായിരിക്കണമെന്നില്ല നമ്മളെല്ലാവരും ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. ഇതില് 99% ആളുകളും പ്രോഡക്റ്റിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ഇഷ്ടപ്പെടുകയും അതോടൊപ്പം സഞ്ചരിച്ച് ഒരുപാട് മനുഷ്യരിലേക്ക് ആ ഒരു നന്മ എത്തിക്കുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇനിയും ഇത് തുടരണമെന്ന് ആഗ്രഹിച്ചു. ഇപ്പൊ സലീമിക്കയൊക്കെ പോലെ തുടക്കത്തിൽ ഈ ബിസിനസ്സിനെ ആഗ്രഹിച്ചിട്ടല്ല വന്നത്. എന്നാൽ ഇന്നിപ്പോ അത് മാറി ജീവിതത്തിൽ സക്സസ് ആവണം അല്ലെങ്കിൽ ബിസിനസ്സിൽ വിജയിക്കണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് വന്നു. അപ്പൊ ഈ ഒരു മാറ്റം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടത്. ആദ്യം നമ്മൾ പ്രൊഡക്റ്റിനെ ഇഷ്ടപ്പെടും. രണ്ടാമത്തത് പ്രശ്നമില്ല, കുഴപ്പമില്ല, താങ്ക് യു. സംസാരം കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുക. സംസാരിക്കാനാണ് ഇഷ്ടം. കാരണം നമ്മൾ ബയോട്ടോറിയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആവേശമാണ്. ഓരോ സമയത്തും നമ്മൾ ഈ ബിസിനസിനെ കുറിച്ച് സംസാരിക്കാനും കിട്ടുന്ന വേദികളിലെല്ലാം നമ്മൾ ഓരോരുത്തരും അങ്ങനെയായി മാറുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ വേണ്ടി കഴിയുന്നത്. എന്റെ അനുഭവത്തിലും ഒരുപാട് ആളുകളെ ഈ ഒരു സമയത്ത് കണ്ടിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് ഈ ബിസിനസ്സിലേക്ക് വന്ന ആളുകൾ പിന്നീട് ബിസിനസ്സിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ ഈ ബിസിനസ്സിൽ കിട്ടുന്ന വരുമാനം, ഞാൻ നേരെ തിരിച്ചാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പ്രൊഡക്റ്റ് കണ്ടിട്ട് വന്നതല്ല, മറിച്ച് ഈ പ്രൊജക്റ്റ് കണ്ടിട്ട് ഈ ബിസിനസ്സിലേക്ക് വന്നതാണ്. പ്രൊജക്റ്റ് കണ്ട് ബിസിനസ്സിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇതിന്റെ സാധ്യതകളെ കുറിച്ച് പഠിക്കാനായിട്ടാണ് ഇഷ്ടം. നമ്മള് പ്രൊഡക്റ്റാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെങ്കിൽ രണ്ടും ഒരേപോലെ ഇഷ്ടപ്പെടണം. പ്രൊഡക്റ്റ് കൂടുതൽ ഇഷ്ടപ്പെടുകയും പ്രൊഡക്റ്റിന്റെ മഹിമയെ കുറിച്ച് കൂടുതൽ നമ്മൾ സംസാരിക്കുകയും പ്രൊഡക്റ്റിന്റെ റിസൾട്ടിനെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ പ്രൊഡക്റ്റിന് റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ വിഷമുണ്ടാക്കും ചില ആളുകൾക്ക്. അങ്ങനെയാ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് ഒരാള് സ്ട്രോക്ക് ബാധിച്ച ഒരാൾക്ക് ഈ പ്രൊഡക്റ്റ് കൊടുത്ത്, എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി സ്ട്രോക്ക് ബാധിച്ച ഒരു വ്യക്തിക്ക് നേരെ കൊണ്ട് ഈ ഡെമോ ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് 13 വർഷമായി കൈ
അതായത് എന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു കാഴ്ചയാണ് അന്ന് ഈ ബയോട്ടോറിയത്തിന്റെ പ്രൊഡക്റ്റിന്റെ ഒരു പവർ. നമ്മൾ പല ആളുകൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും കഴിഞ്ഞൊരു 3.5 വർഷമായി ആ ഒരു അനുഭവം. തുടക്കത്തിൽ ആദ്യത്തെ 1-2 മാസത്തിനിടയിൽ കിട്ടിയ ഒരു റിസൾട്ടാണ് ഈ പ്രൊഡക്റ്റ്. നമ്മുടെ റിസ്റ്റ് ബാൻഡ് ഒരു വ്യക്തിയുടെ കയ്യിൽ കെട്ടിവെച്ചു. അതോടൊപ്പം തന്നെ 13 വർഷമായി ആ കൈ അനങ്ങിയിട്ട് 13 വർഷമായി ചലിക്കാത്ത ഒരു കൈ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ട് ഈ റിസ്റ്റ് ബാൻഡും അതുപോലെ നമ്മുടെ വാട്ടർ എനർജി പാഡും കെട്ടിവെച്ചതിന് ശേഷം കറക്റ്റ് 20 മിനിറ്റിന് ശേഷം അദ്ദേഹത്തോട് കൈ ഉയർത്താൻ പറഞ്ഞപ്പോൾ വളരെ നിഷ്പ്രയാസം അദ്ദേഹം കൈ ഉയർത്തി. കൈ ഉയർത്തുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ വൈഫ് ആ സമയത്ത് അടുത്തുണ്ടായി, മകനുണ്ടായിരുന്നു. അപ്പൊ ഈ കൈ ഉയർത്തിയാൽ മാത്രമല്ല, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞു. അപ്പൊ അവിടെ 1 ലിറ്റർ ഒരു കുപ്പിയിൽ വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുപ്പി ഒന്ന് എടുക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം അതേ കൈ കൊണ്ട് തന്നെ കുപ്പി എടുത്തു ആ വെള്ളം കുടിച്ചു. അപ്പൊ ഇതില് നമ്മള് ഞെട്ടിപ്പോകുന്ന ഇതാണ്. അപ്പൊ ഈ ഞെട്ടലിന്റെ ഇതിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം അതിന് ഈ നമ്മള് ഇതിങ്ങനെ പ്രതീക്ഷിക്കലല്ലോ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഇത് സംഭവിച്ചതിന് ശേഷം ഈ വീട്ടുകാർക്ക് വളരെ സന്തോഷമായി. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങള് പ്രൊഡക്റ്റ് അവർക്ക് കൊടുക്കുന്ന ആദ്യ സമയങ്ങളിലാണ് ട്ടോ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവര് 2 ദിവസം സമയം ചോദിച്ചു. ഈ 13 വർഷമായിട്ട് കൈയനക്കാൻ പാടില്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ റിസൾട്ട് കിട്ടുമ്പോൾ അയാൾ അപ്പൊ തന്നെ മേടിക്കും എന്നുള്ളതായിരുന്നു എന്റെ കൂടെ എന്നെ കൊണ്ടുപോയ വ്യക്തി വിചാരിച്ചിരുന്നു. അപ്പോ ഈ ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു ഇടവഴിയിലൂടെയാണ് ഞങ്ങള് തിരിച്ചു വണ്ടി കിടന്ന സ്ഥലത്തേക്ക് വരുന്നത്. അപ്പൊ ഈ സമയത്ത് ഇദ്ദേഹത്തിന്റെ മകൻ അപ്പുറത്തൂടി ഓടി വന്നിട്ട് പറയാണ്, ഈ പ്രൊഡക്റ്റ് ഇനി മേലെ ഇങ്ങോട്ട് കൊണ്ടുവരരുത് കേട്ടോ. അപ്പൊ നമ്മള് അതെന്താ അങ്ങനെ പറഞ്ഞെന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയില് ഇങ്ങനെ ചോദിക്ക. അപ്പൊ ഈ മകൻ പറഞ്ഞൊരു ഡയലോഗാണ്, ഈ മനുഷ്യൻ കൈ ഉയർത്തി കഴിഞ്ഞാൽ എന്റെ അമ്മയെ ഉപദ്രവിക്കും. അയാൾ അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. കള്ളു കുടിച്ചിട്ട് വന്നിട്ട് അമ്മയെ തല്ലുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇരുന്ന വലിയ പ്രയാസമില്ല. നേരെ മറിച്ച് ഇയാളുടെ കൈ പൊങ്ങിക്കഴിഞ്ഞാല് ഉപദ്രവിക്കും. എല്ലാ മനുഷ്യരും അങ്ങനെയല്ല ട്ടാ. ചില മനുഷ്യരുടെ ദുഷ്ടത കൊണ്ട് സംഭവം. അപ്പൊ നമ്മുടെ കൂടെ ഇതല്ല ഇതിന്റെ ഒരു സംഗതി. അപ്പൊ ആ പ്രൊഡക്റ്റുമായിട്ട് പിന്നെ അങ്ങോട്ട് ചെല്ലുന്ന കാര്യം അവിടെ നിർത്തി. അമ്മ പറഞ്ഞിട്ടാണ് അവിടെ എത്തിയത്. പക്ഷെ മകൻ ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റാത്ത സ്ഥിതി. ഈ നമ്മളെ കൊണ്ടുപോയ വ്യക്തിക്ക് അതോടുകൂടി അയാൾ ആ പരിപാടി നിർത്തി. അയാള് വളരെ എക്സൈറ്റ്മെന്റില് ഈ പ്രൊഡക്റ്റ് കൊണ്ടുപോയി റിസൾട്ട് കിട്ടി. അപ്പൊ കണ്ട ഒരു ചാർജ് അയാളുടെ മുഖത്ത് പിന്നീട് കാണാൻ പറ്റില്ല. ആ ഡയലോഗ് പറഞ്ഞതിന് ശേഷം, ഇനി ഈ പ്രൊഡക്റ്റ് കൊണ്ടുവരരുതെന്ന് പറഞ്ഞതിന് ശേഷം അയാൾ ഇനാക്റ്റീവ് ആയി പോയെന്നുള്ള. അപ്പൊ ഈ പ്രൊഡക്റ്റിനെ മാത്രം നമ്മൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഇങ്ങനെയാണ്, ഈ പ്രൊഡക്റ്റിന്റെ ഗുണം ഇങ്ങനെയാണ്, നമുക്ക് കച്ചവടം നടക്കാതെ വന്നാൽ മാനസികമായിട്ട് വിഷമം ഉണ്ടാകും. എനിക്കും എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, നമുക്ക് പ്രൊഡക്റ്റിനെ ഇഷ്ടപ്പെടാം, പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാം. പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്ക് വരുമാനം ഉണ്ടാക്കുന്നത്. എന്നാൽ ഈ പ്രൊഡക്റ്റ് കച്ചവടം ജീവിതകാലം മുഴുവൻ ചെയ്ത് നടക്കേണ്ട ഒരു പ്രോസസ് അല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളത്. നമ്മൾ എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു സാധനമാണ്. ഈ പ്രൊഡക്റ്റ് വീട് വീടാന്തരം കയറി ഇറങ്ങി കൊണ്ട് നടന്ന് വിൽക്കുന്ന ഒരു പരിപാടിയല്ല യഥാർത്ഥത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. എന്നോട് എന്തിനാണ് ഈ ബിസിനസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായ ഒരു മറുപടി ഉണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും മറുപടി ഉണ്ടാവും. ഇന്നലെ ഇപ്പൊ ബിനീഷ് സാറ് ഓരോരുത്തരുടെയും പർപ്പസ്, നിങ്ങൾ എന്തിനാണ് ഈ ബിസിനസ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ ചില ആളുകൾ എനിക്ക് വീട് വെക്കണമെന്ന് പറഞ്ഞു, ചില ആളുകൾ കടം വീട്ടണം എന്നുള്ള ആഗ്രഹം പറഞ്ഞു, ചില ആളുകൾ നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇത് ചെയ്യണതെന്നും വരുമാനം ഉണ്ടാക്കണമെന്നും പല 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 അഭിപ്രായങ്ങളും പല ആഗ്രഹങ്ങളൊക്കെ പ്രകടിപ്പിച്ച്. അപ്പോ നമ്മള് ഈ ബിസിനസ് ചെയ്യുന്നതിന്റെ പിന്നിൽ നമുക്ക് എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ഈ ലക്ഷ്യത്തെക്കാൾ ഉപരിയായി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു 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 പ്രധാനപ്പെട്ട കാര്യം, എന്തിന് ഈ ബിസിനസ് ചെയ്യുന്നു എന്ന് മറ്റൊരാൾ ചോദിച്ചാൽ ഞാൻ കൊടുക്കുന്ന മറുപടി,
അല്ലെങ്കിൽ എന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ, ഞാനില്ലെങ്കിലും എന്റെ കുടുംബത്തേക്ക് വരുമാനം കിട്ടാവുന്ന വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് ഞാനുള്ളത്. അതായത് എന്റെ ആബ്സെൻസിലും വരുമാനം കിട്ടുക എന്നുള്ളതാണ്. നമ്മുടെ പ്രസൻസിലാണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും വരുമാനം കിട്ടുന്നത്. ലോകത്തെ എല്ലാ ബിസിനസ്സുകളും അങ്ങനെയാണ്. നമ്മുടെ പ്രസൻസിൽ മാത്രം വരുമാനം കിട്ടുന്ന മേഖലകളാണ് ഇന്ന് നാട്ടിലുള്ളതെങ്കിൽ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ അല്ലെങ്കിൽ ഇ ബയോടോറത്തിൽ നമുക്ക് വരുമാനം കിട്ടുന്നത് നമ്മുടെ ആബ്സെൻസിലും വരുമാനം കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ അകത്തുള്ള പ്രത്യേകത. നമ്മുടെ ആബ്സെൻസിൽ വരുമാനം കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ടീം ബിൽഡിങ്ങിലാണ് നമുക്ക് ഇതെല്ലാം ലഭിക്കുന്നത്. ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ ആബ്സെൻസിൽ വരുമാനം ഉണ്ടാവുള്ളൂ. ഇന്ന് ബിസിനസ് ആരംഭിച്ച് നാളെ 2 വ്യക്തികളെ ഈ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്തതിനു ശേഷം നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങിയാൽ വരുമാനം കിട്ടുന്ന മേഖലയല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇത് ഒരു 3 വർഷം മുതൽ ഒരു 5 വർഷം വരെ ഈ മേഖലയിൽ ഉറച്ചു നിൽക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോ ഒരു MBBS പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു 4 വർഷം അല്ലെങ്കിൽ 5 വർഷം പൂർത്തിയാക്കുന്ന സമയത്താണ് ആ MBBS കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഹൗസ് സർജൻസി കഴിഞ്ഞതിന് ശേഷം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഒരു ഏത് ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരു LLB പഠിക്കുന്ന ഒരു വ്യക്തി 5 ഇയർ കോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 3 ഇയർ കോഴ്സ് ഉണ്ട്. ഞാൻ LLB ഒരു 2 വർഷത്തോളം പഠിച്ചതാണ്. അപ്പൊ നമ്മൾ പഠിക്കുന്ന മേഖലയിൽ അത് ആ പഠിച്ച കാര്യം പൂർത്തീകരിക്കുന്ന സമയത്താണ് നമുക്ക് ആ മേഖലയിൽ, ഞാൻ പഠിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഒരിക്കലും വക്കീലായിട്ടില്ല, ഞാൻ പഠിക്കാൻ ചേർന്നു എന്നുള്ളതിന്റെ പേരിൽ ഒരിക്കലും എനിക്ക് വക്കീലാകാൻ കഴിഞ്ഞില്ല. അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് ആ മേഖലയിൽ കൈവെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും അത് പൂർത്തീകരിച്ച് അല്ലെങ്കിൽ ആ മേഖല ഇത്ര വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ആ മേഖലയിൽ ഒരു ലെജൻഡായി മാറുന്നത്. ബ്രൂസിലി പറഞ്ഞ ഒരു വാക്യമുണ്ട്, എനിക്ക് 10,000 അടവുകൾ പരിചയമുള്ള അല്ലെങ്കിൽ ഉള്ള ആളെ എനിക്ക് ഭയമില്ല, പക്ഷെ ഒരു കാര്യം 10,000 തവണ പ്രാക്ടീസ് ചെയ്ത ആളെ എനിക്ക് ഭയമാണെന്ന് പറഞ്ഞു. ഈ 5 വർഷക്കാലം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെ എക്സ്പീരിയൻസിൽ നമ്മൾ ഓരോരുത്തരും മാറുന്നത് ആ 10,000 തവണ ഒരു കാര്യത്തെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയായി നമ്മൾ മാറും. അത് സെയിൽസ് ആണ്. നമ്മൾ ആയിരിക്കുന്ന ഈ മേഖലയിൽ സെയിൽസ് ആദ്യം പഠിക്കുക. നമ്മൾ ചെയ്യാനായിട്ട് പഠിക്കുന്ന സമയത്ത് ഇപ്പോ ഇരിക്കുന്നത് ഒരു ലേണിങ്ങിന്റെ ഭാഗമായിട്ടാണ്, അറിവുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഈ 6 AM ക്ലബിന്റെ ഭാഗമായിട്ടൊക്കെ കയറുന്നത്. ഇതിൽ പഠിക്കാനായിട്ട് കുറെ കാര്യങ്ങൾ പഠിച്ച് അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം പഠിച്ചിട്ടേ ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ചാൽ ഇതിലൊരടി മുന്നോട്ട് വെക്കാൻ പറ്റില്ല. ചെയ്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പഠിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മേഖല നമ്മൾ ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ പഠിക്കുന്ന സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ലീഡേഴ്സ് ഉണ്ടാവും, ഒരുപാട് വ്യക്തികൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ടാവും. ഇതൊരു ടീം വർക്കാണ്, നമ്മൾ ഒറ്റക്കല്ല ചെയ്യേണ്ടത്. ഒരുപാട് വ്യക്തികൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും അല്ലെങ്കിൽ ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് മുഴുവൻ സമയം ഒരു കോഴിക്കുഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഒരമ്മ കോഴി ഒരു മുട്ട അടവെച്ച് അത് വിരിഞ്ഞതിന് ശേഷം അത് പുറത്തേക്ക് ഇറങ്ങുന്നു, അതിന് ചെറിയ ഇതിനെയൊക്കെ ഇങ്ങനെ ചിക്കിയിട്ട് കൊടുക്കും, അതിങ്ങനെ കൊത്തി കഴിക്കും. കുറച്ച് കഴിയുമ്പോൾ ഈ കുഞ്ഞു വലുതാവും അല്ലെ. ഈ കോഴിക്കുഞ്ഞു വലുതായതിനു ശേഷം അമ്മ ചിക്കിയിട്ട് കൊടുത്തിട്ടാണ് ആ കോഴി തിന്നുന്നതെങ്കിൽ അധികകാലം ആ കോഴിക്ക് ജീവിക്കാൻ കഴിയില്ല. ആ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അമ്മ കോഴിയുടെ ആ മേത്ത് കയറി ഇരിക്കും, അതിന്റെ തലയിൽ കയറി ഇരിക്കും, അങ്ങനെ പല പല ആക്ടിവിറ്റീസും കാണിക്കും. എന്നാൽ ഈ കുഞ്ഞു കോഴി കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ ഈ അമ്മക്കോഴിയുടെ പുറത്ത് കയറിയിരുന്നാൽ ആ അമ്മക്കോഴി ചത്തുപോകും എന്നുള്ളതല്ലാതെ ഒരു മാർഗവും ഉണ്ടാവില്ല. എന്നതുപോലെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമ്മൾ ചെറിയ ടീമായിരിക്കുമ്പോൾ നമുക്ക് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ലീഡേഴ്സിന്റെ ഭാഗത്തുണ്ട്. ഇതൊരിക്കലും പിന്നീട് കിട്ടില്ല എന്നല്ല അർത്ഥം, മറിച്ച് നമ്മൾ ഒരു തള്ളക്കോഴിയായി മാറുക എന്നുള്ളതാണ് ഇതിന്റെ അകത്തുള്ള സൊല്യൂഷൻ. അങ്ങനെ ഒരു ലീഡറായി മാറുന്ന സമയത്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഗ്രോത്തിലേക്ക് നമ്മൾ മാറുള്ളൂ. അല്ലെങ്കിൽ എല്ലാ കാലത്തും ഒരു തണലിലാണ് നമ്മൾ. പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അറിയുന്ന കാര്യമാണ്, വെള്ളമൊഴിച്ചു കൊടുത്ത് വളർത്തുന്ന ഒരു വൃക്ഷത്തിന് അധിക കാലം നിൽക്കാൻ കഴിയില്ല, എന്നാൽ സ്വയമേ വെള്ളം
സ്വീകരിക്കുന്ന വേരുകളുള്ള മരത്തെ ഒരിക്കലും അത് നശിഞ്ഞു പോകില്ല. അത് ഇങ്ങനെ വളർന്ന് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. തുടക്ക സമയത്ത് എന്നാൽ വെള്ളമൊഴിക്കുക തന്നെ വേണം. ഇത് രണ്ടും കണക്റ്റഡ് ആണ്. വെള്ളമൊഴിച്ച് ഇതിനെ കൃത്യമായ രീതിയിൽ പരിപാലിക്കുന്ന സമയത്താണ് ഒരു വൃക്ഷമായി മാറുന്നതെങ്കിൽ ഇതേ പ്രോസസ്സാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. ഒരു 3 വർഷം മുതൽ 5 വർഷം വരെ ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ കമ്പനിയുമായിട്ട് വളരെ ആക്റ്റീവായി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു സക്സസിലേക്ക് നമ്മൾ കടക്കുന്നത്. അതല്ലാതെ ഇന്ന് ബിസിനസ് ആരംഭിച്ച് ഇന്ന് തന്നെ വിജയിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ വന്നപ്പോ നമ്മളെല്ലാവരും കേൾക്കുന്ന കഥ, കഴിഞ്ഞ 4 വർഷം മുന്നേ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന നമ്മുടെ പ്രിയങ്കരനായ ലീഡർ മനോജ് സാർ 10 മാസം കൊണ്ട് 1 കോടി രൂപ നേടി. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപ വന്നു? കഴിഞ്ഞ 1 വർഷമായി ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നു, 2 വർഷമായി ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നു. ഞാൻ ആലോചിക്കും, കഴിഞ്ഞ 40 മാസക്കാലമായിട്ട് ഞാൻ ഈ ബിസിനസ്സിലുണ്ട്. ഞാൻ പാർട്ട്ണർഷിപ്പിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജ്യേഷ്ഠനുമായിട്ടുള്ള സുധീന്ദ്രൻ, പല ആളുകളോടും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ ഒരുമിച്ച് ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയ സമയത്ത് 40 ലക്ഷം രൂപയിലധികം ഈ ബിസിനസ്സിലൂടെ വരുമാനം കിട്ടി. 40 മാസം കൊണ്ട് 40 ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു മാസം ആവറേജ് 1 ലക്ഷം രൂപ. തുടക്ക മാസങ്ങളിൽ കുറച്ച് വരുമാനം കൂടുതൽ കിട്ടി. പിന്നീടുള്ള മാസങ്ങൾ എല്ലാ മാസവും ഇതേ വരുമാനമല്ല കിട്ടിയിട്ടുള്ളത്. 2 ലക്ഷം രൂപയിലധികം ഒരു മാസം കിട്ടിയ മാസമുണ്ട്. ചില മാസം തീരെ ബിസിനസ് കുറഞ്ഞു പോയ മാസങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ്, ഈ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് കയറ്റിറക്കങ്ങൾ സ്വാഭാവികമാണ്. കയറ്റിറക്കം നമ്മൾ ഈ ECG എടുക്കുന്ന സമയത്ത് അതിൽ വേരിയേഷൻ കാണിക്കും അല്ലെ, കയറ്റിറക്കം. അത് നമ്മൾ ഈ ബിസിനസ്സിലുണ്ട് എന്നുള്ളതിന്റെ അർത്ഥമാണ്. നമുക്ക് എപ്പോഴും സ്ഥിരമായി ഇങ്ങനെ നിൽക്കുന്നതല്ല ബിസിനസ്സുകൾ എന്ന് പറഞ്ഞാൽ. ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസിസ്റ്റൻസി, അതിനകത്ത് കിട്ടുന്ന വരുമാനത്തിന് ഒരു കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ കയറ്റിറക്കങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്താണ് ഒരു വലിയ ഗ്രോത്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി കഴിയുള്ളൂ. അതുകൊണ്ട് ഈ ബിസിനസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാതിരിക്കുക. അദ്ദേഹം എടുത്ത എഫേർട്ടിന്റെ ഒരു ചെറിയ പെർസെന്റേജ് എഫേർട്ട് നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കുക. നമ്മൾ വിജയം കാണുന്നോ അല്ലെങ്കിൽ ഒരാളുടെ സക്സസ് കാണുന്ന സമയത്ത്, അവരുടെ അനുഭവങ്ങൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. അദ്ദേഹത്തിന്റെ ആ സഞ്ചരിച്ച വഴിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. അദ്ദേഹം എടുത്ത എഫേർട്ടുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. അദ്ദേഹം ഈ സക്സസ് ആയി അദ്ദേഹത്തിന് ഇന്ന് കിട്ടുന്ന വരുമാനം, ഒരു മാസം ഒരു 10 ലക്ഷം രൂപയൊക്കെ ഒരു മാസം വരുമാനം കിട്ടുന്ന തലത്തിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസിന്റെ ആ വലിപ്പമാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ 4 വർഷക്കാലം ഈ ബിസിനസ് നെഞ്ചിലേറ്റി ആത്മാർത്ഥമായിട്ട് സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്തതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഇടക്ക് വെച്ച് നിർത്തിപ്പോയിട്ടില്ല. ഒരു കാര്യം ആലോചിക്കുക, ഇടക്ക് വെച്ച് നിർത്തിപ്പോകുന്നവർക്ക് സക്സസ് ആവാൻ വേണ്ടി കഴിയില്ല. എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരു മേഖലയെ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിൽ സക്സസ് എന്നുവരെ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. നമ്മൾ വിജയിക്കുന്നത് വരെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ വിചാരിക്കും, ഞാൻ ഇത്രയും നാള് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു, എന്തുകൊണ്ട് എനിക്ക് സക്സസ് ആവാൻ വേണ്ടി കഴിഞ്ഞില്ല? ഇത് നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മുടെ ലീഡേഴ്സുമായിട്ട് ചോദിക്കുക, എനിക്ക് സക്സസ് ആവാനായിട്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? സ്വാഭാവികമായിട്ടും നമ്മുടെ ലീഡർ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ ഇതിന് കൃത്യമായ മറുപടി നമുക്ക് പറഞ്ഞു തരും. എന്തുകൊണ്ട് അല്ലെ, എങ്ങനെയാണ് നമുക്ക് സക്സസ് ആവേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യരുത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ, നമ്മളെപ്പോഴും പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കാറുണ്ട്, പല വിഷയങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്, പല ട്രെയിനിങ്ങുകളും നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. ചെയ്യരുതാത്ത കാര്യങ്ങളാണ് കൂടുതലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ നോ ബോസ് ബിസിനസ് ആണ്. ഒരാളും നമ്മുടെ ബോസ് ഇല്ല. എനിക്ക് ഈ ബിസിനസ്സിൽ കഴിഞ്ഞ 3-3.5 വർഷക്കാലമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വ്യക്തികളുടെ സക്സസ് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വ്യക്തികൾ ഈ ബിസിനസ്സിൽ വലിയ വരുമാനം മേടിച്ചത് കണ്ടിട്ടുണ്ട്. ചില ആളുകൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ നിർത്തിപ്പോയത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ബയോട്ടോറിയം ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ വ്യക്തികളും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാന പുരസ്സരം നമ്മൾ സാറേന്ന് വിളിക്കും അല്ലെ, ശരിയല്ലേ? അല്ലെ, മേഡം എന്ന് വിളിക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും
ഒരു ബഹുമാന പുരസരമാണ്. ഇപ്പോ ആരെയും സ്കൂളിൽ പഠിപ്പിച്ചിട്ടല്ല നമ്മൾ ഒരാൾ മനോജ് സാറിനെ നമ്മൾ സാറേന്ന് വിളിക്കുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു റെസ്പെക്ട് ആണ്. അദ്ദേഹം നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ചിട്ടല്ല നമ്മൾ ഓരോരുത്തരും സലീം സാറേ എന്ന് വിളിക്കുന്നത്. നമ്മൾ സ്കൂളിൽ മാഷ് പഠിപ്പിച്ചിട്ടാണ് സലീം സാറേ എന്ന് വിളിക്കുന്നത്. അല്ല, നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നുള്ളതാണ്. നമ്മൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതാണ് ഈ കാര്യം എന്നുള്ളത്. ഇതിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സാറായി മാറുകയാണ് അല്ലെ. ഓരോരുത്തരും ഞാൻ മാഷാണ് അല്ലെ. നമ്മളിങ്ങനെ മാഷായിട്ട് മാറുന്നത് പുതിയ ആളുകൾ ഉണ്ടാവാം. പുതിയ ആളുകൾക്കല്ല, നമ്മൾ കുറച്ച് ബിസിനസ്സിൽ സീരിയസ് ആയി കുറെ മാസങ്ങളായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്കൊരു പദവിയൊക്കെ കിട്ടി അല്ലെ. ഞാൻ സാറായി, ഇത്രയും പേരുടെ ലീഡറാണ് എന്ന് ആ മൈൻഡ് സെറ്റ് അങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുക, അത് നമ്മൾ ഈ ബിസിനസ്സിൽ കിട്ടിയ അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ നമ്മൾ മുന്നേ വന്നതിന്റെ പേരിൽ നമുക്ക് ആളുകൾ നമ്മൾ ചെയ്യുന്ന ഈ ജോലിയുടെ ഭാഗമായിട്ട്, നമ്മൾ ഈ ചെയ്യുന്ന ബിസിനസിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന അംഗീകാരവും കാര്യങ്ങളുമാണ്. അത് മറ്റുള്ളവനെ ഭരിക്കാനായിട്ട് കിട്ടുന്ന ഒരു അവകാശമല്ല എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ആലോചിക്കുക. പല ആളുകളും നമ്മളെ വിമർശിക്കാനുണ്ടാവും. ആ വിമർശനങ്ങളെ നമ്മൾ അതേ രീതിയിൽ തന്നെ ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക. ആ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരാൾക്ക് ഈ ബിസിനസ്സിലൂടെ മുന്നോട്ട് പോകാൻ കഴിയില്ല. സോറി. നമ്മളെ സംബന്ധിച്ച് ഈ ബിസിനസ്സിൽ ഈ ഘട്ടങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകും. നമുക്ക് നമ്മുടെ കൂടെ വരുന്ന ആളുകളെ നമുക്ക് കൃത്യമായ രീതിയിലേക്ക് നയിക്കാനായിട്ടും ഒരുപാട് വ്യക്തികൾക്ക് വരുമാനം മേടിച്ചു കൊടുക്കാനും ഒക്കെ ഈ ബിസിനസ്സിലൂടെ കഴിയുമെന്നുള്ളതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വരുമാനം മേടിച്ചു കൊടുക്കുന്ന സമയത്ത് അവരുടെ വീട്ടിലൊരു സന്തോഷം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വന്ന ഒരാള് അദ്ദേഹത്തിന്റെ കടം വീട്ടി, അദ്ദേഹത്തിന് വീട് വെച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങൾ പൂർത്തിയാക്കുന്ന സമയത്ത് ജീവിതത്തിൽ മറ്റൊരു മേഖലയിലും കിട്ടാത്ത ഒരു സന്തോഷം കിട്ടുന്ന ഒരു 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 ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിങ് എന്നുള്ളത്. നമ്മളെല്ലാവരും ഇതിന്റെ മഹത്വം മനസ്സിലാക്കുക. നമ്മുടെ കൂടെ വരുന്ന ആളുകളെ സക്സസ് ആക്കിക്കൊണ്ടാണ് നമുക്ക് സക്സസ് ആവാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ ഒറ്റക്കല്ല വിജയിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ ബയോട്ടോറിയം ബിസിനസിന്റെ വേറൊരു പ്രത്യേകത, നമ്മൾ ഒരുപാട് തിയറി ഒന്നും ഇവിടെ പറയില്ല കേട്ടോ. നമ്മൾ നോർമലി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നു എന്ന് മാത്രം. ഒരുപാട് തിയറി ഒന്നും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ പഠിക്കാനും ഇല്ല, പഠിപ്പിക്കാനും ഇല്ല എന്നുള്ളതാണ്. വളരെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം. നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രമല്ല, ഇത് പ്രാവർത്തികമാക്കുന്ന ആളുകൾക്കാണ് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോ നമ്മള് ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ വരുന്ന ആളുകളെ സക്സസ് ആക്കുന്നതെന്ന് പറയും. നമ്മള് വരുമാനം മേടിച്ചു കൊടുക്കും, അത് ഒരു സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ ആ ചിന്തിക്കുന്നതിലൊക്കെ അപ്പുറമാണ് അതിന്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ. വേറെ ഒരു മേഖലയിലും ഇപ്പൊ ഞാൻ സ്വന്തമായി ബേക്കറി നടത്തിയിരുന്ന ആളാണ്. ഈ ബേക്കറി നടത്തിയിട്ട് കുറച്ച് നന്നായിട്ട് കച്ചവടമൊക്കെ പിടിച്ച സമയത്ത് തൊട്ട് ഓപ്പോസിറ്റ്, അതായത് എന്റെ ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് വേറൊരു ബേക്കറിയാണ്. ഒരു ദിവസം രാത്രി നോക്കുന്ന സമയത്ത് ഒരുപാട് പണി അതിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ഉദ്ഘാടനം. ആ കട നടത്തുന്ന വ്യക്തി എന്റെ കടയിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ നാളെ ഒരു കട തുടങ്ങാൻ. എന്ത് കട? ബേക്കറി തന്നെയാണ്. ആ, ഓക്കെ, സന്തോഷം. രാവിലെ 9 മണിയായപ്പോ ഞാനും അതിന്റെ വാതിക്കെ പോയി ഒന്ന് ലഡു എടുത്ത് കഴിച്ച് ഓക്കെ സന്തോഷത്തോടുകൂടി തിരിച്ചു വന്നു. കുറച്ച് കഴിഞ്ഞ സമയത്ത് ഈ എന്റെ കടയിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഉണ്ടായ സെയിൽസിനെ നേരെ പകുതിയായി. കാരണം ആ കട കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് എന്റെ കടയിലേക്ക് വരുന്ന ആളുകൾ, ഒരു ഗ്രാമപ്രദേശത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. ആ കട കഴിഞ്ഞിട്ട് നമ്മുടെ കടയിലേക്ക് വന്ന് സാധനം വാങ്ങിച്ചിട്ട് പോകുമ്പോൾ അവരെന്ത് വിചാരിക്കും എന്ന് ഓർത്തിട്ട് പകുതി ആളുകൾ അവിടെ നിന്ന് വാങ്ങിക്കാൻ തുടങ്ങി, പകുതി ആളുകൾ എന്റെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ തുടങ്ങി. പിന്നെ അതൊരു കോമ്പറ്റീഷൻ ഇതിലേക്കായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും പൂട്ടി അവരും പൂട്ടി എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഒരു ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് സംഭവിക്കുന്നത്. കാരണം നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എല്ലാ ബിസിനസ്സുകളും അങ്ങനെ തന്നെയാണ്. നമ്മൾ വിചാരിക്കും ഇതെല്ലാം വളരെ എളുപ്പം, ലക്ഷക്കണക്കിന് രൂപയാണ് എനിക്ക് അവിടെ ലൈബിലിറ്റി വന്നത്. ഇവിടെ ബയോട്ടോറിയം ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്തെങ്കിലും മുതൽ മുടക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ആളുകൾ ചോദിക്കും, നിങ്ങൾ കട പൂട്ടി ആണല്ലേ, ഓ ഇനി എന്താ അടുത്ത പരിപാടി? ആളുകൾ ഈ പൂട്ടിയെന്ന് പറയുമ്പോ നമ്മുടെ ഉള്ളിൽ എത്ര ലക്ഷം രൂപയുടെ ബാങ്ക് ലൈബിലിറ്റി ആണുള്ളത്, നമ്മുടെ ചിന്ത അതാണ്. അപ്പൊ ആളുകൾക്ക് സംബന്ധിച്ച് ഇനി അടുത്ത എന്താണ് ചെയ്യാൻ വേണ്ടി പോണത് എന്നുള്ള ഒരു ചോദ്യം മാത്രമാണ്
നമ്മുടെ ആളുകൾക്ക്, പരിചയമുള്ള ആളുകൾക്ക്, നാട്ടുകാർക്കൊക്കെ ഉണ്ടാകുന്നത്, അവിടെ അനുഭവിക്കുന്നത് നമ്മളെ ട്രഡീഷണൽ ബിസിനസ് ചെയ്ത ആരെങ്കിലും ഒക്കെ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്ന കാര്യത്തിന്റെ ഒരു 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 പ്രയാസം, അല്ലെങ്കിൽ ആ ഘട്ടങ്ങളൊക്കെ കടന്നു പോകുന്ന ആളുകൾക്കറിയാം ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയിലേക്ക് നമ്മൾ ഓരോരുത്തരും വരുമെന്നുള്ള. ട്രഡീഷണൽ ബിസിനസ് ചെയ്ത് സക്സസ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ബിസിനസ്സുകളൊക്കെ ഉണ്ട്. പല ആളുകളും നല്ല രീതിയിലൊക്കെ വരുമാനം ഉണ്ടാക്കുന്ന ആളുകൾ. എന്നാൽ നിങ്ങൾ കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള യാത്രയിൽ നിങ്ങൾ നാഷണൽ ഹൈവേയിൽ നോക്കിയാൽ ഒരുപാട് കടകൾ ഫോർ റെന്റ് അല്ലെങ്കിൽ ലീസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് ഒരു ബോർഡ് തൂക്കിയിട്ടുണ്ടാവും. വലിയ ഷട്ടറുകളായിരിക്കും. ആയിരക്കണക്കിന് കടകൾ നമുക്ക് തിരുവനന്തപുരം മുതൽ അല്ലെങ്കിൽ നമ്മൾ കാസർഗോഡ് നാഷണൽ ഹൈവേയിൽ കാണാൻ പറ്റും. നിങ്ങൾ ഇട റോഡുകളിലൂടെ സഞ്ചരിച്ചാൽ ഒരുപാട് കടകൾ വാടകയ്ക്കെന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. മുന്നേ നശിച്ചു പോയ ബിസിനസ്സുകാരുടെ ഒരു 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 വലിയ കഥ ആ ഷട്ടറിന്റെ ബാക്കിൽ ഉണ്ടാവും. പരാജയപ്പെട്ടു പോയതിന്റെ വലിയ സങ്കടത്തിന്റെ ഒക്കെ കഥ പറയാനുണ്ടാവും ആ ഷട്ടറുകൾക്ക് എന്നുള്ളതാണ്. പല ആളുകളും പല ബിസിനസ്സുകളും ചെയ്തിട്ട് ഇത് പുറത്തു പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. നമുക്ക് പുറത്തു പറയാൻ കഴിയില്ല. ബയോട്ടോറിയം ബിസിനസ് ആരംഭിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇന്നിപ്പോ 4800 രൂപക്ക് നമുക്ക് ബിസിനസ് ആരംഭിക്കാം. 13500 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് ബിസിനസ്. ഇവിടെ എന്താണ് നഷ്ടം? നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ ടൈമാണ് ആകെയുള്ള ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ സമയമാണ് ഇവിടെ മുടക്കാനുള്ളത്. ഞാൻ പറയാണ്, ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിലവിലൊരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലി കളയാതെ അതോടൊപ്പം തന്നെ പാർട്ട് ടൈം ആയിട്ട് ഈ ബിസിനസ് ചെയ്യുക. അതിൽ കൂടുതൽ വരുമാനം ഇവിടെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കുക, ഞാൻ ഈ ബിസിനസ് ഫുൾ ടൈം ആയിട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോ ചെയ്യുന്ന ജോലിയോ ബിസിനസ്സോ എന്തും ആയിക്കോട്ടെ, ആ ബിസിനസ് ആ ജോലിയിൽ കിട്ടുന്ന വരുമാനം ബയോട്ടോറിയത്തിൽ ബയോട്ടോറിയത്തിൽ അതിന്റെ ഇരട്ടി വരുമാനം കിട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ അതേ വരുമാനം കിട്ടുന്ന സമയത്തോ നിങ്ങൾ ആലോചിക്കേണ്ടതാണ്, ഞാൻ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഫുൾ ടൈം ആയിട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. നമ്മൾ ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, പാർട്ട് ടൈം ആയിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഫുൾ ടൈമും പാർട്ട് ടൈമിലും ഓരോ ടൈം ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ ചില ആളുകൾ പറയും ഞാൻ ഫുൾ ടൈം ആയിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ഞാൻ ഈ ബിസിനസ് എന്റെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാൻ ഫുൾ ടൈം ആയിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴും എന്റെ എത്ര സമയം ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞാൻ വിനിയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടത്. ഫുൾ ടൈം ആയിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ജസ്റ്റ് ഒരു യെസ് എന്ന എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ. ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന ആളുകൾ സലീമിക്ക ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന യെസ്. ഗീത ചേച്ചി ഫുൾ ടൈം ആയിട്ടാണ് ചെയ്യുന്നത് യെസ്. രേണുക മാഡം ഫുൾ ടൈം ആയിട്ടാണ് ചെയ്യുന്നത്. അമ്പിളി മാഡം, ഹംസ സാറ് യെസ്. മിനി മാഡം യെസ് യെസ്. നാല് മണിക്കൂർ ഉണ്ട്. ശോഭന മേഡം അടിപൊളി. ഫുൾ പാർട്ട് ടൈം. അപ്പൊ പല പല രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട് കൂട്ടത്തില്. ചില ആളുകൾ ഇനി പറഞ്ഞാൽ വലിയ അബദ്ധമായി പോവോ എന്നുള്ള അടുത്തുകൊണ്ട് പറയാത്ത ആളുകളും ഉണ്ട്. എനിവേ എങ്ങനെയായാലും ഇത് ചെയ്യുന്ന ആളുകളാണ് ഈ കൂട്ടത്തിലുള്ളത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു സന്തോഷം. സാറാമ്മയുടെ ഉണ്ട് യെസ്. അപ്പൊ ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയാൽ ഇപ്പൊ നിലവിൽ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ചിട്ട് എത്ര മണിക്കൂറാണ് ജോലി സമയം എന്നുള്ളത്? എത്ര മണിക്കൂറുണ്ട്? നമ്മുടെ രാജ്യം അനുവദിക്കുന്ന തൊഴിൽ സമയം 8 മണിക്കൂർ യെസ്. 8 മണിക്കൂർ. 8 മണിക്കൂർ
മണിക്കൂറാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു. അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യം നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. 8 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ബിസിനസ് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. മിനിമം 8 മണിക്കൂർ ജോലി നമ്മൾ ഈ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ? 8 തൊട്ട് 10 മണിക്കൂർ വരെ. യെസ്. അപ്പൊ ഈ നാട്ടില് നിലവിലുള്ള വ്യവസ്ഥിതി അനുസരിച്ച് ഒരു ദിവസം കൂലിവേല ചെയ്താൽ ഒരു രാവിലെ ഒരു 8-9 മണിക്കോ നമ്മൾ ജോലി കയറിയാൽ വൈകുന്നേരം 5 മണി വരെ അല്ലെങ്കിൽ 6 മണി വരെ ഒക്കെയുള്ള ഒരു തൊഴിൽ സമയമുണ്ട് നമ്മുടെ നാട്ടിൽ. ആ സമയം നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ 3 വർഷമായി 2 വർഷമായി ഒക്കെ നമ്മൾ ഈ ബിസിനസിന്റെ ഭാഗമായിട്ടുള്ള ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ബിസിനസ് ആരംഭിച്ചിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഒരു 8 മണിക്കൂർ ആത്മാർത്ഥമായിട്ട് എനിക്ക് ഈ ബിസിനസിന്റെ ഭാഗമായിട്ട് ഈ ബിസിനസിന്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ? ദൂരെയൊക്കെ പല പല സ്ഥലങ്ങളിൽ പല ജില്ലകളിലേക്കൊക്കെ യാത്ര ചെയ്തു പോയിട്ട് അവിടെ സെയിൽസ് എടുക്കുന്ന ഇപ്പൊ നമ്മുടെ അലീഗ അങ്ങനെ പല ആളുകളും ഇപ്പൊ യാത്രയിൽ നമ്മുടെ ബിജു സാർ ഒക്കെ രാവിലെ എഴുന്നേറ്റ് വേറെ ജില്ലകളിലും അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിലൊക്കെ പോയി സെയിൽസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രകളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. ഈ യാത്രയും നമ്മുടെ ഈ ബിസിനസിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇതിന്റെ പ്രവൃത്തി സമയമായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഒരു സമയം നമ്മൾ ഏതെങ്കിലും ഒരു തൊഴിൽ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ യാത്ര ചെയ്തു, അത് നമ്മുടെ തൊഴിൽ സമയമായിട്ട് കണക്കാക്കില്ല. അവിടെ ചെന്ന് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ തൊഴിൽ സമയമായിട്ട് കണക്കാക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഒരു 8 മണിക്കൂർ സമയം എഫക്റ്റീവായിട്ട് നമ്മളെ സംബന്ധിച്ച് ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് നമുക്ക് അവിടെ വരുമാനം കിട്ടുന്നത്. നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്ന ബൈട്ടോറിയം ബിസിനസ്സിൽ നമ്മൾ ആത്മപരിശോധന ഓരോരുത്തരും അവനവനോട് ചോദിക്കേണ്ട ചോദ്യമാണ്, അല്ലെ അവനവനോട് പറയേണ്ട കാര്യമാണ്. ഞാൻ 8 മണിക്കൂർ ഈ ബിസിനസ്സിൽ ആത്മാർത്ഥമായിട്ടുണ്ടോ? പല ആളുകളും വരുമാനമില്ലാത്തതിനെ കുറിച്ചും എനിക്ക് ബിസിനസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ പരിഭവങ്ങളും പരാതികളും ഒക്കെ ഉണ്ടാവും. വരുമാനമുള്ള സമയത്ത് നമ്മൾ ചോദിച്ചാൽ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും അല്ലെ, ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഭയങ്കര ഇതായിരിക്കും. അതിന് പ്രത്യേകിച്ചൊരു ഒരു ആ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ അറിയാം, മുഖത്ത് നോക്കുമ്പോ തന്നെ അതിന്റെ ഹാപ്പിനെസ് ഉണ്ടാവും. സിജി മേഡത്തിന്റെ മുഖത്ത് നോക്കുമ്പോഴാ, ഗീത ചേച്ചിയുടെ മുഖത്ത് നോക്കുമ്പോഴാ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെയൊക്കെ നിൽക്കും സലീമിക്ക. പ്രത്യേകിച്ച് ആരും ഇത് പറയാനല്ലേ, ഇപ്പൊ ഇവിടെ വീഡിയോ ഓൺ ചെയ്ത് വെച്ച ആളുകളുടെ മാത്രം പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ചൊരു ഒരു ഒരു ഇത് പറയേണ്ട കാര്യമില്ല. പക്ഷെ വരുമാനം ഇല്ലാത്തപ്പോൾ നേരെ എന്തായിരിക്കും, ആ ഒരു കറുത്ത വാവ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുവരെ ഇല്ലാത്ത ഒരു വലിയ പ്രയാസം ആ മുഖത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. വരുമാനമുള്ള ആളുകളെയും വരുമാനം ഇല്ലാത്ത ആളുകളെയും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ മുഖം നോക്കിയാൽ മതി. അപ്പോ ഈ സമയം വരുമാനമില്ലാത്ത സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, വരുമാനമില്ലാത്ത സമയത്തും ചിരിച്ചുകൊണ്ട് ഈ ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ എപ്പോഴും അതൊരു മൈൻഡ് സെറ്റാണ്. അത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വലിയ പ്രയാസമുള്ള കാര്യമാണ്. നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, നമ്മുടെ പല പല പ്രോബ്ലംസും ഒക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ സങ്കടപ്പെട്ടു പോകും. ഉറപ്പായിട്ടും നമ്മുടെ മുഖം നമ്മുടെ മനസ്സിന്റെ കണ്ണാടിയാണെന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ മുഖത്ത് ഇതെല്ലാം വരും. പ്രശ്നങ്ങൾ, ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ബജാജിന്റെ ഫിനാൻസുകാർ നമ്മളെ ഫോണിലേക്ക് വിളിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചന്ദ്രൻ ഉദിച്ച് നിൽക്കണ പോലെ നിൽക്കാനായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ നമ്മൾ ആലോചിക്കുക, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പൊ മനോജ് സാറ് അച്ചീവ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ഓരോരുത്തരും കേട്ടിട്ടുണ്ട്. ജീവിതത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് കയറി വന്ന് സ്വന്തമായി ഭൂമി വാങ്ങിച്ച് ഒരു വലിയ വീട് അവിടെ വെക്കുകയും വലിയ വരുമാനത്തിലേക്ക് മാറുകയും ഒക്കെ ചെയ്ത ഒരു ഘട്ടമുണ്ട്, അല്ലെങ്കിൽ ഒരു സക്സസ് ആയ ആ ഒരു സ്റ്റോറി നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ അത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബൈട്ടോറിയം ബിസിനസ് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഒരു വ്യക്തിക്ക് ഒരു ലോട്ടറി അടിച്ചെന്ന് വിചാരിക്കാം. നമുക്ക് ഒരു ഓണം ബമ്പർ അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ബമ്പറ, ഇത് ഏതെങ്കിലും ഒരു ലോട്ടറി അടിച്ചാൽ അന്ന് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരിക്കലും പൈസ കിട്ടില്ല, ശരിയല്ലേ? ഇപ്പൊ ലോട്ടറി അടിച്ച് എന്നുള്ളതിന്റെ പേരിൽ അന്ന് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടും. ലോട്ടറി എടുക്കണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ഇതൊരു ഉദാഹരണം മാത്രമാണ് പറയുന്നത്. അങ്ങനെ ലോട്ടറി അടിച്ച് നമുക്കൊരു 10 കോടി രൂപ നമ്മുടെ അക്കൗണ്ടിൽ കിട്ടാനായിട്ട് മിനിമം ഒരു 11 മാസം നമുക്ക് ടൈം പീരീഡ് ഉണ്ടാവും. ഈ 11 മാസവും
ഈ വ്യക്തിയുടെ മുഖത്ത് 11 മാസമല്ല അതിന് ശേഷവും അദ്ദേഹത്തിന്റെ മുഖത്ത് ആ ലോട്ടറി അടിച്ച വ്യക്തിയെ നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റർവ്യൂലൊക്കെ നമ്മൾ പല ആളുകളെയും കണ്ടിട്ടുണ്ടാവുക, അവരുടെ മുഖത്തും അവരുടെ ഫാമിലിയുടെ മുഖത്തും ഒക്കെ ഉണ്ടാകുന്ന സന്തോഷം, ആ ഹാപ്പിനെസ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലേക്ക് അവരുടെ സന്തോഷമുണ്ട്. ആ ഒരു ഹാപ്പിനെസ് ആണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്, അല്ലേ? ഞാൻ പറയുന്നത് 11 മാസത്തിന് ശേഷം അവർക്ക് കിട്ടാൻ പോകുന്ന തുകയെ കുറിച്ച് അവരുടെ മനസ്സിൽ ഒരു വലിയ കാഴ്ചപ്പാടുണ്ട്. 40% പൈസ കട്ട് ചെയ്തതിനു ശേഷം അക്കൗണ്ടിലേക്ക് ഇത്ര കോടി രൂപ കിട്ടാൻ വേണ്ടി പോവുകയാണ്, എന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നുള്ള ചിന്തിക്കുന്ന സമയത്ത് വരുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. ആ ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ടോ? ഈ ബിസിനസ്സിൽ നമ്മൾ സക്സസ് ആവും എന്നുള്ള കാര്യത്തിൽ 101% ഗ്യാരണ്ടിയാണ്. കാരണം ഈ ബിസിനസ് അത്രയും ദൈവികമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ഒരു പ്രൊജക്ടിന്റെ ഭാഗമാണ് ഞാനും നിങ്ങളും. അപ്പൊ നമുക്കത് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയണം. ഞാൻ ആ സക്സസിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ ആ വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിജയിക്കുന്ന സമയത്ത് എന്റെ അക്കൗണ്ടിലേക്ക് ഇന്ന് മനോജ് സാർ അനുഭവിക്കുന്ന ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക്, ആ വലിയ സക്സസിലേക്ക് ഞാനും വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഹാപ്പിയാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഓരോ ദിവസവും ഉണ്ടാക്കിയെടുക്കുക. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നതെങ്കിൽ സെയിൽസ് നിങ്ങളെ തേടിയെത്തും. നമ്മൾ സെയിൽസ് തേടി പോകേണ്ടതില്ല. നമ്മൾ ആ ഒരു ഹാപ്പി മൈൻഡിലാണുള്ളതെങ്കിൽ, ഷിഹാബ് സാർ നമസ്കാരം, നമ്മളാണ് ഒരു ഹാപ്പി മൈൻഡിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ച് സെയിൽസ് നമ്മുടെ കൂടെ വരും. ഉറപ്പായിട്ടുള്ള കേസാണ്. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ആയിട്ട് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴത്തെ സമയത്താണ് നമുക്ക് സെയിൽസ് കിട്ടുന്നത്. ഇവിടെ ആര് സെയിൽസ് എടുത്തിട്ടുണ്ടോ അവരെല്ലാം സങ്കടപ്പെട്ടും അല്ലെങ്കിൽ പ്രയാസപ്പെട്ടുമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നതെങ്കിൽ നമുക്ക് സെയിൽസ് തരാനായിട്ട് അവർക്ക് കഴിയില്ല, അല്ലെങ്കിൽ നമുക്ക് സെയിൽസ് എടുക്കാൻ വേണ്ടി നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഈ സെയിൽസിന്റെ പിന്നിലുള്ള ഒരു കാര്യം, നമ്മൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന സമയത്താണ് സെയിൽസ് നമ്മളിലേക്ക് എത്തുള്ളൂ. ഇത് നമ്മുടെ ബോഡി ലാംഗ്വേജ് വായിച്ചെടുക്കാനായിട്ട് നമ്മളെ എതിരെ ഇരിക്കുന്ന വ്യക്തിക്ക് കഴിയുമെന്നുള്ളതാണ്. നമ്മൾ നന്നായി പ്രസന്റ് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം, ഒരുപാട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ആളുകൾക്കല്ല സെയിൽസ് കിട്ടുന്നത്, മറിച്ച് കുറച്ച് കാര്യങ്ങൾ എഫക്റ്റീവ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന ആളുകൾക്കാണ് സെയിൽസ് കിട്ടുന്നത്. സെയിൽസ് കിട്ടാനായിട്ട് പല ആളുകൾക്കും പ്രയാസമുള്ള ഒരു കാര്യമാണ്, സാറേ ഞാൻ പോയിട്ട് സെയിൽസ് കിട്ടുന്നില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ദീർഘമായി പ്രസംഗിക്കുന്ന ഒരാൾക്ക് സെയിൽസ് കിട്ടാൻ ചാൻസ് കുറവാണ്. പക്ഷെ വളരെ കുറച്ച് കാര്യം, ഒരു 10-20 മിനിറ്റ് സമയമെടുത്ത് ഇതിന്റെ ബെനിഫിറ്റുകളെ കുറിച്ച്, നമ്മളെപ്പോഴും ഈ പ്രൊഡക്റ്റിന്റെ മഹിമയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, അദ്ദേഹത്തിന് കിട്ടുന്ന ബെനിഫിറ്റ്, നമ്മൾ ഇതിന്റെ തിയറികളെ കുറിച്ചും ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന മാഗ്നറ്റിക് തെറാപ്പി ഭൂമിയുടെ അടിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്നു, അതിന്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നു. ഇത് ഇത്ര സമയം നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇന്ന മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ഇതിന്റെ ഒരുപാട് തിയറികളെ കുറിച്ച് നമ്മൾ സംസാരിച്ച് സമയം കളയുന്നു. അവിടെ ബെനിഫിറ്റുകളെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല എന്നുള്ളതാണ്. ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ ഒരു മനുഷ്യന്, ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്, എനിക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ എന്ത് ഗുണം കിട്ടും, അല്ലെ? നമ്മൾ എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹം എന്താണ്? എനിക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ എന്ത് ഗുണം കിട്ടും? നമ്മുടെ എതിരെ നിൽക്കുന്ന ഒരു കസ്റ്റമർക്കും ഇതേ ആഗ്രഹങ്ങൾ തന്നെയാണുള്ളത്. ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ എനിക്ക് എന്ത് ഗുണം കിട്ടും എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയുന്ന സമയത്താണ് സെയിൽസ് കിട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രസന്റേഷനിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഗുണത്തെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു സമയം കണ്ടെത്തിയാൽ സെയിൽസ് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഞാൻ കൂടുതൽ സംസാരിക്കാറുള്ളത് അതിനെ കുറിച്ചാണ്. അപ്പൊ നമ്മള് സെയിൽസ് കിട്ടുന്ന ആര് എടുത്തു നോക്കിയാലോ കൂടുതലും ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകൾക്കാണ് സെയിൽസ് കിട്ടുന്നത്. അതുകൊണ്ട് ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാറുണ്ട്. എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഈ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ എതിരെ നിൽക്കുന്ന ആളിനെ വായടപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്, അല്ലെ? ചില ആളുകൾ സംശയം ചോദിക്കുന്ന സമയത്ത് ഞാനിതൊന്ന് പറഞ്ഞു തീർന്നോട്ടെ, അല്ലെ? നമുക്ക് പറയാനുള്ളത് മുഴുവൻ ഛർദിച്ച് മുഴുവൻ കൊപ്പിക്കുക എന്നുള്ളതല്ല ഒരു പ്രസന്റേഷന്റെ കാര്യം. ഒരു എതിരെ നിൽക്കുന്ന ആളുടെ അവരെ കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ കസ്റ്റമറെ കൊണ്ട് സംസാരിപ്പിക്കുന്ന സമയത്താണ് അവരുടെ ഉള്ളിലുള്ള ആശങ്കകൾ, അവരുടെ ഉള്ളിലുള്ള സംശയങ്ങൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മളോട് ചോദിക്കുകയും അതിനുള്ള മറുപടി ഒരു നല്ലൊരു ലിസണർ ആവുക എന്നുള്ളതാണ്. ഒരു കേൾവിക്കാരൻ അല്ലാത്ത ഒരു വ്യക്തിക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ സക്സസ് ആവാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു നല്ലൊരു കേൾവിക്കാരനാകുക എന്നുള്ളതാണ്.
അത് ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യമാണ്. നമ്മൾ കേട്ടിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇറിറ്റേഷൻ ആണ്, ശരിയല്ലേ? ചില ആളുകൾ നമ്മളെ കൊന്നുകളയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു 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 സിനിമയിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് പ്രസന്റേഷൻ കൊടുക്കുന്ന സമയത്ത് അയാൾ ഒരു കാര്യം നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നില്ല, പിന്നെ നമ്മള് തലാട്ടി എന്റെ തല ഇങ്ങനെ ഒരു 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 ഭാഗത്തായി. ഇതിനെല്ലാത്തിനും മൂളി കൊടുക്കണ്ടേ? എല്ലാത്തിനും മൂളണം. ഇയാള് പറയുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മൾ കേട്ടിരുന്നു. വളരെ കുറച്ച് സമയമാണ് അദ്ദേഹത്തോട് പറയാൻ കിട്ടിയത്. അങ്ങനെയുള്ള ആളുകളുടെ മുമ്പിൽ നമ്മൾ ചെന്ന് വിടും. പക്ഷെ അവിടെയും കേട്ടിരിക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള എത്ര നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എട്ടടി മുറുക്കൻ, വളവളപ്പൻ, ചേനത്തണ്ടൻ, പല 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 ആളുകളെ നമ്മൾ കാണേണ്ടി വരും ഫീൽഡിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാ. കാരണം നമ്മൾ ഫീൽഡിൽ ഇറങ്ങുന്ന സമയത്ത് പല പല ആളുകളെ കാണുന്ന സമയത്ത് അവരുടെ അനുഭവങ്ങൾ കൊല്ലെന്നും പറഞ്ഞായിരിക്കും നമ്മൾ ആ മുമ്പിൽ ഇരിക്കുന്നത്, കൊല്ലാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ ആ തരത്തിലാകരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മുമ്പിൽ പോയിരുന്നിട്ട് നമ്മൾ ഇതേ ആറ്റിറ്റ്യൂഡാണ്, നമ്മളെ ഈ ഒരു മൈൻഡ് സെറ്റിലാണ് ഇറങ്ങുന്നതെങ്കിൽ ഞാൻ അവനെ കൊന്നിട്ട്, ചില ആളുകൾ പറയാനുണ്ട് പ്രസന്റേഷൻ, ഇന്ന് അവനെ കൊന്നു കൊലവിളിക്കണം. ഈ മൈൻഡിലാണ് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലെങ്കിൽ അവര് നമ്മളെ കൊന്നിടണം. ഒന്നെങ്കിൽ നമ്മളെ ഇതേപോലെ നമ്മൾ സെയിൽസിൽ അല്ലെങ്കിൽ നമ്മൾ ഈ തിയറിയൊക്കെ പഠിക്കുന്നത് പോലെ അവരും എവിടെന്നെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും, എന്നാ കൊന്നോ നീ എന്നും പറഞ്ഞിട്ട് നമ്മുടെ മുന്നിലിരിക്കും. നമ്മൾ ഇതെല്ലാം പറയും. അവരൊരു വാക്ക് നമ്മളോട് ചോദിക്കൂല, ഒരു സംശയമില്ല, എനിക്കെല്ലാം മനസ്സിലായി, ഞാൻ അടുത്ത ആഴ്ച വിളിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിടുകയുള്ളൂ. അവർ തളർന്നു പോകും. അതുകൊണ്ട് എതിരെ നിൽക്കുന്ന നമ്മുടെ കസ്റ്റമർക്ക് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ക്വസ്റ്റ്യനുകൾ, സാറിന് ഇപ്പൊ വല്ല അസുഖങ്ങളുണ്ടോ, എന്തെങ്കിലും മരുന്ന് കഴിക്കണ്ട, ഇതൊക്കെ ആളുകൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുന്ന ഒരു വാക്യങ്ങളാണ്. ഇപ്പൊ എന്നോട് ചോദിക്കാം നിങ്ങൾ എന്തെങ്കിലും മരുന്ന് കഴിക്കണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതൊരു വളരെ കുറച്ചിലായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിത് മുൻകൂട്ടി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഏതെങ്കിലും നമ്മൾ വീടുകളിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു അവിടെ നമുക്ക് വാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും, ഏതെങ്കിലും ബോക്സുകളിലായിട്ട് മെഡിസിൻ ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവാം. ചിലപ്പോ ഏതെങ്കിലും ടോണിക്കുകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആ ഡെസ്കിന്റെ പുറത്തും അതിന്റെ ആ മേശപ്പുറത്തൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോ അല്ലെങ്കിൽ അത് ആ കസ്റ്റമറെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. നമ്മൾ അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒഴിവാക്കുമ്പോൾ തന്നെ നമ്മളെ ഇഷ്ടപ്പെടും. ഒരാളെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് സെയിൽസ് കിട്ടുള്ളൂ. നമ്മളെ ഇഷ്ടപ്പെടാൻ തരത്തിലേക്കുള്ള പ്രസന്റേഷൻ ആയിരിക്കുക നമ്മുടെ എന്നുള്ളത്. ആദ്യം വിൽക്കുന്നത് നമ്മളെയാണ്, അല്ലെ? നമ്മളെ വിൽക്കുന്നതാണ് നമ്മൾ അവിടെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. നമ്മളെ പ്രൊഡക്റ്റ് അല്ല നമ്മൾ വിൽക്കുന്നത്, നമ്മളെയാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത്. അപ്പൊ നമ്മളെ കച്ചവടം ചെയ്യാനായിട്ട് ചെല്ലുന്ന സമയത്ത് നമ്മൾ വളരെ ചെറിയ സമയത്ത്, നിങ്ങൾ ഈ മെഡിക്കൽ മേഖലയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഡോക്ടർമാർക്കൊക്കെ മറ്റേ ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോ എന്താണ് അവരുടെ പേര്, റെപ്രസെന്റേറ്റീവ്, അത് തന്നെ, കറക്റ്റ്, താങ്ക് യു. ഈ റെപ്രസെന്റേറ്റീവ്സ് അവരുടെ മെഡിസിനെ കുറിച്ച് പറയാനായിട്ട് 2 മിനിറ്റ് 3 മിനിറ്റ് അത്രയൊക്കെ സമയം കിട്ടുള്ളൂ. പക്ഷെ ആ സമയത്തിനുള്ളിൽ അവർ ഈ പ്രസന്റ് ചെയ്തിട്ട് ഈ മെഡിസിൻ എഴുതാനായിട്ട് ഡോക്ടറിനെ പ്രേരിപ്പിക്കുന്ന ഒരു സ്കില്ല് അവരെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. എന്റെ സുഹൃത്തുക്കൾ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് വ്യക്തികളുണ്ട്. അവര് പറയാണ്, ഈ ആ ഒരു ടൈമിനുള്ളിൽ ഈ ഡോക്ടർ വീട്ടിൽ നിന്ന് വഴക്കിട്ട് വന്നിരിക്കുകയാണെങ്കിൽ അവര് പ്രസന്റ് ചെയ്യാണ്ട് പോരും എന്നുള്ള. കാരണം അവിടെ ചെല്ലുമ്പോ അവരൊരു നല്ല മൈൻഡ് അല്ലെങ്കിൽ സാറേ ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞു പോരും എന്നുള്ള. ആ സമയത്തും പ്രസന്റ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും അങ്ങോട്ട് ചെല്ലേണ്ടി വരില്ല എന്നുള്ള. അപ്പൊ ആ പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എതിരെ നിൽക്കുന്ന ആള് അതിനുവേണ്ടി വില്ലിങ് ആണോ എന്നുള്ള കാര്യം നോക്കുക. വളരെ ചെറിയ ടൈമിൽ അവരുടെ കാര്യം അവതരിപ്പിച്ച് ആ കാര്യത്തെ എടുപ്പിക്കാൻ തയ്യാറാകുന്ന ഒരു സ്കില്ല് അവരെടുക്കുന്നുണ്ട്. നമ്മളും അതേ സ്കില്ലാണ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. അതേ സ്കില്ലിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറുക. സെയിൽസിന് ഇറങ്ങുമ്പോൾ സെയിൽസ് ഒരു സ്കില്ലാണ്. ഇപ്പൊ ബിജു സാറിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം വണ്ടി കച്ചവടം, സ്ഥലക്കച്ചവടം, അതിനൊക്കെ ഒരു സ്കില്ലാണ്. അത് ജനിച്ചപ്പോ തന്നെ എന്നാ നീ വണ്ടി കച്ചവടം നടത്തിക്കോ ബിജു എന്ന് പറഞ്ഞല്ല. പക്ഷെ സാഹചര്യം വണ്ടി കച്ചവടക്കാരനും അല്ലെങ്കിൽ സ്ഥല കച്ചവടക്കാരൊക്കെ ഇട്ടൊക്കെ മാറ്റി പിന്നീട് നെറ്റ്വർക്കറായിട്ട് രൂപാന്തരപ്പെടുകയാണ്. അപ്പൊ നമ്മള് ഓരോരുത്തരും ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അതിനകത്ത് കുറെ വർഷത്തെ ഒറ്റയടിക്ക് രാവിലെ പോയിട്ട് ഒരു വണ്ടി എടുത്തിട്ട് ഇന്നാ കച്ചവടം ചെയ്യാം എന്ന് ഇറങ്ങിയതല്ല. പയ്യെ പയ്യെ ഓരോ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയി അതെന്താണ്, മോഡൽ എന്താണ്, ഇന്ന കാര്യങ്ങളാണോ, ആ വണ്ടിക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ വണ്ടി കൊടുക്കുന്ന ഒരാള് അല്ലെങ്കിൽ വിൽക്കുന്ന ആളുടെ മൈൻഡ് റെഡിയാക്കണം, വാങ്ങിക്കുന്ന ആളുടെ മൈൻഡ്, ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് ആ ഒരു
ഒരു ഒരു ഒരു സെയിൽസ് നടത്താൻ തക്ക വിധത്തിലേക്ക് അദ്ദേഹം മാറുന്നതിന് കുറെ ടൈം എടുത്തിട്ടാണ് ആവുന്നത്. എന്നതുപോലെ നമ്മളെല്ലാവരും എല്ലാവരും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആളുകളാണ്. ഈ ബൈട്ടോറിയം ചെയ്യുന്ന ആളുകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സ്കില്ലിലേക്ക് നമ്മൾ ഓരോരുത്തരും അല്ല, ഞാൻ തുടക്കം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെയ്താണ് പഠിക്കേണ്ടത്. പലപ്പോഴും നമുക്ക് എപ്പോഴും നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഈ സെയിൽസ് ക്ലോസ് ചെയ്തിട്ടേ വരുള്ളൂ എന്നുള്ള മൈൻഡ് സെറ്റിൽ നമ്മൾ ഇറങ്ങുക. മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുന്നു. അപ്പോ ആ എതിരെ നിൽക്കുന്ന ആൾക്ക് നമുക്ക് കീഴടങ്ങാതെ വേറെ നിർവാഹമില്ല എന്നുള്ള നിലയിലേക്കായി മാറും. എന്റെ അനുഭവമാണ്. ഞാൻ ഈ സെയിൽസ് എടുത്തേ പോരുള്ളൂ എന്നുള്ള മൈൻഡിലാണ് നമ്മളൊരു വീട്ടിലേക്ക് കയറുന്നതെങ്കിൽ ആ സെയിൽസ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ വേണമെങ്കിൽ ഒന്ന് പ്രസന്റ് ചെയ്ത് നോക്കാം. ആ തലത്തിലേക്ക് നമ്മൾ ചെന്നാൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ പല ആളുകളും ഉള്ള ഒരു 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 വലിയൊരു അപകടമാണ് ഈ വഴിയിൽ നമുക്ക് ലിസ്റ്റ് ഉണ്ടാക്കാം. നമ്മുടെ സ്വന്തത്തിലുള്ള ആരോടും നമ്മൾ പറയില്ല. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോട് നമ്മൾ പറയില്ല. സെയിൽസ് കിട്ടുന്ന ആരെ നിങ്ങൾ എടുത്തു നോക്കിയാലും അവര് കൂടുതൽ സെയിൽസ് എടുത്തിട്ടുള്ളത് അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളിലേക്ക് ഇത് പറയുമ്പോഴാണ്. നമ്മളെ ലിസ്റ്റ് എഴുതാൻ പറയുമ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട അമ്മാവന്മാര്, നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ നമ്മൾ ആ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കും. തന്ത്രപൂർവ്വം ഒഴിവാക്കും. നമ്മൾ ചില ആളുകൾ ഇട്ടേക്കുന്ന ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം അതിലൊരാൾ പോലും അവരുടെ വേണ്ടപ്പെട്ട ആളുകൾ ഉണ്ടാവില്ല. അവിടെ പള്ളിയിൽ പോയ സമയത്ത് അവിടെ വെച്ച് കണ്ട ആള്, അല്ലെങ്കിൽ മോന്റെ സ്കൂളിൽ പോയപ്പോ അവിടുത്തെ ഒരു പിയൂൺ ഉണ്ടായിരുന്നു അയാള്, അല്ലെങ്കിൽ മോളുടെ കൂടെ പഠിച്ച ആളുടെ അങ്ങനെ അങ്ങനെയൊക്കെ ഈ ഒരിക്കലും ഇവരുമായിട്ട് യാതൊരുവിധ ബന്ധം ഉണ്ടാവില്ല. അവിടെ സംഭവിക്കുന്ന ഒരു മൈൻഡിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് അവരെടുത്തില്ലെങ്കിൽ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ എന്നുള്ള ഒരു മൈൻഡിലേക്ക് നമ്മൾ ഓരോരുത്തരും ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഇറങ്ങുന്നത്. എനിക്ക് അതുകൊണ്ട് യാതൊരുവിധ നഷ്ടമില്ലല്ലോ എന്നുള്ള ചിന്തിക്കുന്ന ആളുകൾക്ക് മറ്റവരോട് ഞാൻ പിന്നെ പറയാം. ഇനി എപ്പോ പറയാനാ? ചില ആളുകൾ ലിസ്റ്റിൽ മാറ്റി വെച്ചിട്ടുള്ളത് എപ്പോഴെങ്കിലും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ മാറ്റി വെക്കേണ്ടതല്ല നമ്മുടെ ലിസ്റ്റ് എന്നുള്ളത്. എല്ലാവരോടും, അല്ലെ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവരോടും അവരെടുക്കാം എടുക്കാതിരിക്കാം, പക്ഷെ നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ ആയിരിക്കണം ആദ്യത്തെ 20 പേര് എന്നുള്ള നിലയിലേക്ക് നമ്മൾ കാണാനായിട്ട്. കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് സെയിൽസുകൾ കൂടുതൽ കിട്ടും. നമുക്ക് ഞാൻ തുടക്കം പറഞ്ഞ അതേ കാര്യമാണ്. നമ്മളില്ലെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുമാനം കിട്ടാവുന്ന ഒരു മഹത്തരമായ ഒരു അവസരത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒരു 3 വർഷം മുതൽ 5 വർഷം വരെ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുക. 5 വർഷമായ ഒരാൾ പോലും ഇന്നിപ്പോ ബൈട്ടോറിയത്തിലില്ല. ഇവിടെ 4 വർഷം കഴിഞ്ഞ മനോജ് സാറും 3 വർഷം കഴിഞ്ഞ ഓരോരുത്തരും എടുത്ത് നോക്കിയാൽ 2 വർഷം 3 വർഷം ഒക്കെ ആയിട്ടുള്ളു. പക്ഷെ ഒരു 5 വർഷം കംപ്ലീറ്റ് ചെയ്ത് ആരെ വേണമെങ്കിലും എടുത്ത് നോക്കാം. ഒരു മിനിമം വരുമാനം അവർക്ക് കിട്ടി. ഇപ്പൊ മനോഹരൻ സാറിനെ പോലെ 50 ലക്ഷം രൂപ മേടിച്ച ആള്, ഡാനി സാറിനെ പോലെ 1 കോടി രൂപയിലധികം വരുമാനം മേടിച്ച വ്യക്തികൾ, അങ്ങനെ ഒരുപാട് വ്യക്തികൾ ഈ കഴിഞ്ഞ 4 വർഷവും 3.5 വർഷവും ഒക്കെ കാലമായിട്ടൊക്കെ ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ആ വരുമാനം കിട്ടിയിട്ടുണ്ട്. ചില ആളുകൾക്ക് ആ വരുമാനം കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എന്നാണോ സക്സസ് ആകുന്നത് വരെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. വെറുതെ പിടിച്ചു നിന്നാ പോരാ. ഇനിയുള്ള ഒരു പോയിന്റ് ആണ്, പ്രവർത്തിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുന്ന ആളുകൾക്കാണ് സക്സസ് ഉണ്ടാവുന്നത്, അല്ലെ? പ്രവർത്തിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ്. പ്രവർത്തനമില്ലാതെ ഞാൻ വെറുതെ ഇങ്ങനെ പിടിച്ചു നിന്നുകളെ. ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ ഇന്ന് ബിസിനസ് ആരംഭിച്ചിട്ടുള്ള വരുന്ന 5 വർഷം 2031 ആവുമ്പോഴേക്കും ഞാൻ ഈ ബിസിനസ്സിൽ വലിയ സക്സസിലേക്ക് മാറിയിട്ടുണ്ടാവും. ഞാൻ ഇന്നു മുതൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെയല്ല പിടിച്ചു നിൽക്കേണ്ടത്, പ്രവർത്തിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുക എന്നുള്ള. 5 വർഷം ഞാൻ ബയോട്ടോറിയത്തിൽ ഉണ്ടായത് കൊണ്ട് ഈ ബിസിനസ്സിൽ സക്സസ് ആവണമെന്നില്ല. പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ വരുമാനത്തിലേക്കും വലിയ രീതിയിലേക്കുള്ള ഒരു 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 ട്രാൻസ്ഫോർമേഷനിലേക്ക് മാറും എന്നുള്ളതാണ്. പലപ്പോഴും പല ആളുകളുടെ വിജയത്തിന്റെ കഥകൾ എടുത്ത് നോക്കിയാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ സക്സസ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. 100 കോടി രൂപയിലധികം വരുമാനം മേടിച്ച ആ 100 കണക്കിന് വ്യക്തികൾ ഈ മേഖലയിലുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ എടുത്തു നോക്കിയാൽ ഒരുപാട് വ്യക്തികൾ 100 കോടി രൂപയിലധികം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ വരുമാനം മേടിച്ച ആളുകളുണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്ന കുറെ ആളുകളുണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ. ഷംസുദ്ദീൻ സാർ, ഇപ്പൊ സാറാമ്മയുടെ എഴുതിയിട്ടുള്ള ഷംസുദ്ദീൻ സാർ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം മരിച്ചുപോയി. തിരുവനന്തപുരത്തുകാരനാണ്, ഡോക്ടർ എം ഷംസുദ്ദീൻ. നമ്മളെയൊക്കെ ഒരു ഗുരുസ്ഥാനീയനായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം മരിക്കുന്ന സമയത്ത് 100 കോടി രൂപയിലധികം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ
സമ്പാദിച്ച വ്യക്തിയാണ്. തിരുവനന്തപുരം സിറ്റിയിൽ അടക്കം ഒരുപാട് പ്രോപ്പർട്ടികൾ, ഒരുപാട് വസ്തുക്കളൊക്കെ വാങ്ങിക്കാനായിട്ടൊക്കെ കഴിഞ്ഞത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെയാണ് കഴിഞ്ഞത്. PV അശോകൻ എന്ന് പറയുന്ന തൃശ്ശൂരുകാരൻ, സാധാരണ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന വ്യക്തി, അദ്ദേഹം മരണപ്പെട്ടു പോയി. ഡോക്ടർ M ഷംസുദ്ദീൻ സാർ, അദ്ദേഹവും മരണപ്പെട്ടു പോയി. ഇന്ന് അശോകൻ സാറിന്റെ ഭാര്യ സഞ്ചരിക്കുന്ന കാറ് എന്ന് പറഞ്ഞാൽ റേഞ്ച് റോവർ ആണ്. 1 കോടി രൂപയിലധികം അല്ലെങ്കിൽ പൈസയുള്ള ആ വാഹനത്തിലാണ് സാധാരണ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഭാര്യ സഞ്ചരിക്കുന്നതെങ്കിൽ അത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പവർ ഒന്നുകൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ. അത് കഴിഞ്ഞ ഒരു 20 വർഷക്കാലമായിട്ട് അതേ ബിസിനസ്, സെയിം ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതേ കമ്പനിയിൽ അതേ ബിസിനസ് കഴിഞ്ഞ ഒരു 20 വർഷക്കാലമായി ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് അതേ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞത്. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളായിരിക്കുന്ന ഇബേർട്ടറി ബിസിനസ് നമുക്ക് എത്ര കാലം ചെയ്യാൻ വേണ്ടി കഴിയുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ, ഒരു കൺസിസ്റ്റൻസി. നമ്മുടെ വിഷയം അതാണ്. ഇവിടെ ചാടിക്കളിക്കുന്ന ആളുകൾക്കുള്ളതല്ല. ഇനി ഞാൻ കുറച്ചു കാലം ഒരു കിണർ കുത്താൻ തീരുമാനിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു സ്ഥാനം നിശ്ചയിച്ചതിന് ശേഷം അവിടെ കുത്തി, കുറച്ച് കഴിഞ്ഞപ്പോ വെള്ളം കണ്ടില്ല, തൊട്ടടുത്തൊരു സ്ഥാനം കണ്ടു, അവിടെ കുത്തി, ഒരു 10 അടിയോളം താത്തി, അവിടെ വെള്ളം കണ്ടില്ല, പിന്നെ വേറൊരു സ്ഥലത്ത് താത്തി, അവിടെ കുറെ നേരം കുഴിച്ചു, അവിടെ കണ്ടില്ല. ഇങ്ങനെ താത്തി നടന്നാൽ ഒരു വെള്ളം കണ്ടെത്താൻ കഴിയില്ല. നമ്മൾ എവിടെയാണോ കുഴിക്കുന്നത് അവിടെ സ്ഥിരമായി കുഴിക്കുന്ന സമയത്താണ് വെള്ളം കണ്ടെത്താൻ വേണ്ടി കഴിയുള്ളൂ. ഇതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. ഇവിടെ സ്ഥിരമായി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് വിജയിക്കാൻ വേണ്ടി കഴിയുന്നത്. എവിടെ ചെന്നാലും ഇതേ പണി തന്നെയാണ്, അല്ലെ? പണിയെല്ലാം ഇത് സെയിം പണി തന്നെയാണ്. പക്ഷെ ബയോട്ടോറിയത്തിൽ കിട്ടുന്ന വരുമാനം അവിടെ കിട്ടാൻ ചാൻസ് കുറവാണെന്നല്ല, കിട്ടില്ല എന്നാണ് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, പല കമ്പനികളുടെയും പ്ലാനുകളും കാര്യങ്ങളും, ഞാൻ MMU CITU എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഭാരവാഹിത്വത്തിൽ കൂടി ഇരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള അഭിപ്രായമാണ് പറയുന്നത്. പല കമ്പനികളുടെ പ്ലാനുകളും പല കമ്പനികളുടെ പ്രൊജക്റ്റുകളും ഒക്കെ കേൾക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ബയോട്ടോറിയമായിട്ട് ഇത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബയോട്ടോറിയം എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ നിൽക്കുന്നതാണ്. ഏത് കമ്പനിയുടെ ഒരു പ്ലാൻ എടുത്ത് നിങ്ങൾ പരിശോധിച്ചാലും മിനിമം 100 PVക്ക് 25,000 രൂപയാണ്. ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റുകളും വിറ്റാലും ഒരു മിനിമം 20,000 മുതൽ 25,000 രൂപ വരെയുള്ള എമൗണ്ടുകൾ മുടക്കുന്ന സമയത്താണ് 100 PV അവിടെ കംപ്ലീറ്റ് ആകുന്നത്. ഈ 100 PV അവിടെ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഒരു 1000 രൂപയോ മാക്സിമം പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ 2,000 രൂപയാണ് ആ കമ്പനികൾ കൊടുക്കുന്നത്. 25,000 രൂപ പെയർ മാച്ചിങ് വന്നാൽ ഒരു കമ്പനി കൊടുക്കുന്ന പൈസ, അത് ഡയറക്റ്റ് എടുത്താലും ഇൻഡയറക്റ്റ് എടുത്താലും ഒക്കെ കിട്ടുന്ന വരുമാനം 2,000 രൂപയിൽ താഴെയാണ്. ഞാൻ ചലഞ്ച് ചെയ്ത് പറയാം. എന്നാൽ 25,000 23,000 രൂപയുടെ 2 സെയിൽസ് എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഡയറക്റ്റ് ആയിട്ടാണ് 23,000 രൂപയുടെ 100 PVയുടെ സെയിൽസ് എടുക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടുന്നത് 15,000 രൂപയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബയോട്ടോറിയം കമ്പനിക്ക് മാത്രമേ അത് കൊടുക്കാൻ കഴിയുള്ളൂ. ബയോട്ടോറിയം കമ്പനിക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. മറ്റേത് കമ്പനിയിൽ പോയിട്ട് നിങ്ങൾ ഒരു 100 PVയുടെ സെയിൽസുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ, ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം 2,000 രൂപയേ ആയിരിക്കുള്ളൂ. ഇനി റീറ്റെയിലിംഗിലേക്ക് നമ്മൾ പോയാൽ നമ്മൾ ആലോചിക്കും, ഈ കമ്പനിയിൽ 100 രൂപയുടെ പേസ്റ്റ് ഉണ്ട്, 50 രൂപയുടെ സോപ്പുണ്ട്, ഷാമ്പു ഉണ്ട്, ഇതെല്ലാം ഞാൻ കൊണ്ടുനടന്ന് വിൽക്കാം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു 1.5-2 വർഷക്കാലം ആ റീറ്റെയിലിങ്ങിലൂടെ നടന്ന് ഹോമിച്ച ഒരാളാണ് ഞാൻ. റീറ്റെയിലിങ്ങിന് വേണ്ടി നമ്മൾ ആ പ്രൊഡക്റ്റുകളുമായിട്ട് ചെല്ലുന്ന സമയത്ത് 200 ഗ്രാമിന്റെ പേസ്റ്റ്, 150 ഗ്രാമിന്റെ പേസ്റ്റ് ഒരു വീട്ടിൽ കൊണ്ടേ കൊടുത്താൽ ആ വീട്ടിലുള്ള ആള് ഒരു പേസ്റ്റ് വാങ്ങിക്കും, നമ്മളോടുള്ള താല്പര്യം കൊണ്ട് മേടിക്കും. ആ ഒരു പേസ്റ്റ് തീരാനായിട്ട് 200 ഗ്രാമിന്റെ പേസ്റ്റ് 4 പേരുള്ള ഒരു വീട്ടിൽ തീരാനായിട്ട് മിനിമം 2 മാസം 2.5 മാസം സമയമെടുക്കും. നമുക്ക് എല്ലാ മാസവും വാങ്ങിക്കേണ്ടത് റീപർച്ചേസ് എന്നുള്ള നിലയിലേക്ക് വാങ്ങിക്കേണ്ടത് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കണം. എത്ര PVയുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങിക്കണം. നമുക്ക് എത്ര കസ്റ്റമർ ബാക്കപ്പ് ഉണ്ടെങ്കിലും ഈ പേസ്റ്റ് എന്നുള്ള സാധനം ഏറ്റവും കൂടുതൽ ചെലവഴിക്കപ്പെടാൻ സാധ്യതയുള്ള സാധനങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത്. എന്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ കൂടുതൽ വിറ്റഴിക്കപ്പെടാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങിച്ചു വെക്കും. കുറെ കഴിയുമ്പോൾ നമ്മൾ അടുത്ത മാസത്തിൽ നമ്മൾ അതേ വീട്ടിൽ ചെല്ലും, ഒരു പേസ്റ്റ് എടുക്കുന്ന പറയും. അവരുടെ മുഖഭാവം നമ്മൾ നോക്കിയാൽ അറിയാം, വളരെ ദയനീയമായി നമ്മളെ നോക്കും.
ചില ആളുകൾ ദേഷ്യപ്പെട്ടു പറയും. കാരണം ഒരു പേസ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ട് അത് തീർന്നിട്ടില്ല. നമ്മൾ പറയുന്നത് അതിന്റെ ചെറിയ ഒരു തുഞ്ചിലി കുറച്ചെടുത്തിട്ട് വേണം തേക്കാണെന്നാണ്. പക്ഷെ നമ്മള് മലയാളികള് നമ്മൾ ഈ പേസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ തീറ്റിച്ച് ആ ബ്രഷിന്റെ ഇങ്ങേറ്റം പോലെ അങ്ങേറ്റം വരെ വെക്കുന്ന ശീലമുള്ള ആളുകള് അങ്ങനെ വെച്ച് എടുക്കേണ്ട ആളുകൾ. പക്ഷെ ഇതിന്റെ എമൗണ്ട്, ഈ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഇത്തരം ക്വാളിറ്റിയുള്ള പേസ്റ്റുകൾ നമ്മൾ പല എല്ലാ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് മോശമല്ല കേട്ടാ. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ്, നല്ല ഗുണങ്ങൾ കിട്ടുന്ന സാധനങ്ങളാണ്. പക്ഷേ എത്ര നല്ല സാധനങ്ങളാണെങ്കിലും പിറ്റേ മാസം നമ്മൾ ചെല്ലുന്ന സമയത്ത് ചിലപ്പോ ചില ആളുകൾ വാങ്ങിച്ചു വെക്കും, നമ്മളോടുള്ള ആ ബന്ധം കൊണ്ട് മാത്രം. പക്ഷെ ഞാൻ പ്രിയപ്പെട്ടവരെ ഞാൻ പറയാണ്, അതോടുകൂടി ആ ബന്ധം അവസാനിച്ച് 150 രൂപയുടെ പേസ്റ്റ് വിറ്റതിന്റെ പേരിൽ ബന്ധം പോയിട്ടുള്ള ഒരുപാട് അനുഭവം എനിക്കുണ്ട്. കാരണം നമ്മൾ ഇതൊരു സ്ഥിരം പ്രശ്നക്കാരനായി മാറുക. ഈ പേസ്റ്റ് ചിലപ്പോ കൊടുക്കുന്ന സമയത്ത് നമുക്ക് 150 രൂപയായിരിക്കും, അവരുടെ കയ്യിൽ അന്ന് 100 രൂപയുള്ളു. ആ 100 രൂപ തരും, 50 രൂപ തരാട്ടോ എന്ന് പറയും. നമ്മൾ പിറ്റേ മാസം ചെല്ലുമ്പോ കഴിഞ്ഞ മാസത്തെ 50 രൂപ ഇത് ചോദിക്കണേനൊരു നാണക്കേടില്ല. അപ്പൊ ആ സമയത്ത് 50 രൂപ ഇല്ലാത്ത സമയത്തായിരിക്കും നമ്മൾ ചെല്ലുന്നത്. ഇവനോട് ഒരു സാധനം മേടിച്ച് കടയിൽ ചെന്നാൽ ഈ പൈസ മുഴുവൻ കൊടുത്തിട്ട് വാങ്ങിക്കുന്ന ആളുകളായിരിക്കും. ഈ സാധനം മേടിച്ച് അവസാനം ഈ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ എന്നുള്ള നിലയിലേക്ക് അവര് നമ്മളെ ഒരു ശത്രുപക്ഷത്തേക്ക് നിർത്തുന്ന ലെവലിലേക്ക് നമ്മൾ മാറും. പ്രിയപ്പെട്ടവരെ, റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. റീറ്റെയിലിംഗ് വളരെ ഭംഗിയായി ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ആ റീറ്റെയിലിംഗിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ പ്രൊഡക്റ്റുകളുടെ റീറ്റെയിൽ ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ്, സാധാരണ 100 രൂപയുടെ 150 രൂപയുടെ ഒരു പേസ്റ്റ് വിറ്റാൽ 15 രൂപ 20 രൂപ അല്ലെങ്കിൽ 50 രൂപ കിട്ടിയെന്ന് വിചാരിക്കാം. പക്ഷേ വൈറ്റോറിയത്തിന്റെ ഒരു പ്രൊഡക്റ്റ് ഇപ്പോ ഒരു അൾട്രാബെറി വിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 4000 രൂപയാണ് MRP. ഒരു 3500 രൂപ കൊടുത്താലും അതിൽ കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ ആലോചിക്കുക. ഏകദേശം 2000 രൂപയോളം വരുന്ന റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഉൽപ്പന്നം എന്നുള്ള നിലക്ക് ഇപ്പൊ ഗീത ചേച്ചിനെയൊക്കെ പോലെ എല്ലാ മാസവും റെഗുലർ കസ്റ്റമറിനെ ബിൽഡ് ചെയ്തുകൊണ്ട് റീറ്റെയിൽ ചെയ്യുന്ന ആളുകളുണ്ട് ഇവിടെ. നമ്മൾ ആ നിലക്ക് റീറ്റെയിൽ ചെയ്താൽ വലിയ വരുമാനത്തിൽ ഒരു മാസം മിനിമം 50,000 രൂപയെങ്കിലും റീറ്റെയിലിംഗിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന വ്യക്തിയാണ് ഗീത ചേച്ചി. എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. അപ്പൊ ഗീത ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ ഒരുപാട് വ്യക്തികൾ റീറ്റെയിലിംഗ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പൊ സലീമിക്കൊക്കെ ഒരു മിനിമം ഒരു 5 പേരെങ്കിലും സ്ഥിരമായി വാങ്ങിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ ഗീ, നമ്മുടെ ഗീർ പശുവിന്റെ നെയ്യ് മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന വ്യക്തി കൂടിയാണ് ഗീത ചേച്ചി. ആ ഗീ വിറ്റിട്ട് നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അതൊരു മിനിമം ഒരു 10 വ്യക്തികളെങ്കിലും എല്ലാ മാസവും സ്ഥിരമായി വാങ്ങിക്കുന്ന വ്യക്തികളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചേച്ചി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ റീറ്റെയിൽ ചെയ്താൽ, ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് റീറ്റെയിലിംഗ് എന്നുള്ള ഒരു വിഷയത്തിൽ നമുക്ക് വീണ്ടും മറ്റൊരു സമയത്ത് സംസാരിക്കാം. എന്തായാലും ഞാൻ പറഞ്ഞ നമ്മുടെ പോയിന്റിലേക്ക് വരികയാണ്. നമ്മുടെ ബിസിനസ് ചെയ്യുന്ന ആ ഒരു കംഫർട്ട് വേറെ ഒരു കമ്പനിയിലും പോയാലും കിട്ടില്ല. പ്രിയപ്പെട്ടവരെ, പല ആളുകളും നമ്മളെ പല കാര്യങ്ങൾക്കും വിളിക്കാറുണ്ട്, മാടി വിളിക്കാറുണ്ട്. അവർ ഈ കമ്പനി കേൾക്കാല്ലേ, അവർ ഈ കമ്പനി വിട്ടുപോയതിന്റെ അല്ലെങ്കിൽ ആ കമ്പനി വേറൊരു കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ അതിലും കസ്റ്റമറാണ് വേണ്ടത്, അതിലും അതിനകത്ത് ലീഡേഴ്സിന് വേണം. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. അല്ലാതെ നമ്മളെ രക്ഷപ്പെടുത്താനുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണ് അവർ നമ്മളെ വിളിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ചാൽ, പ്രിയമുള്ളവരെ, നമ്മൾ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. നമ്മളെ ചതിക്കുഴിയിലേക്ക് പെടുത്താനായിട്ട് ഒരുപാട് ആളുകൾ പുറത്തു നിൽക്കുന്നുണ്ടാവും. നമുക്ക് തിരിച്ചറിയാനുള്ള ബുദ്ധിയും വിവേകത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറുക. ഈ പണി ഈ ബിസിനസ്സിൽ എടുത്താൽ, അല്ലെങ്കിൽ ഏത് കമ്പനിയിൽ പോയി എടുക്കുന്ന പണി നമ്മുടെ കമ്പനിയിൽ എടുക്കാൻ തയ്യാറായാൽ, പ്രിയപ്പെട്ടവരെ, വലിയ ലെവലിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി കഴിയും. സ്ഥിരമായി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ് 100% നമ്മൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇത് ആ ലെവലിലേക്കാണ് പോകുന്നത്. കമ്പനി കൊണ്ടുവരുന്ന പുതിയ അപ്ഡേഷനെ കുറിച്ചൊക്കെ എല്ലാം മനോജ് സാർ വളരെ വ്യക്തമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കാൻ വേണ്ടി പോവുകയാണ്. ലോകത്തൊരു കമ്പനിയും ചെയ്യാത്ത ഓൺലൈൻ ഷോപ്പുകളുമായിട്ടുള്ള വലിയ ടൈഅപ്പുകളാണ് നമ്മൾ കമ്പനി വന്നുകൊണ്ടിരിക്കുന്നത്. ആ ടൈഅപ്പിലേക്ക് കൂടി വന്നാൽ ഏതൊരു സാധാരണക്കാർക്കും ഈ ബിസിനസ്സിലേക്ക് വിജയിക്കാൻ വേണ്ടി കഴിയാവുന്ന രീതിയിലേക്കുള്ള മഹത്തരമായ ഓൺലൈൻ ഷോപ്പിയുടെ ഒരു ലോഞ്ചിങ്ങും കൂടി, അല്ലെങ്കിൽ ആ ഓൺലൈൻ ഷോപ്പിംഗ്
ആമസോൺ പോലെയുള്ള, ഫ്ലിപ്കാർട്ട് പോലെയുള്ള കമ്പനികളുമായിട്ടൊക്കെ ടൈപ്പ് വന്നാൽ അവർക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ ലിങ്ക് അയച്ചു കൊടുത്തുകൊണ്ട്, ഇപ്പൊ മനോജ് സാർ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരും. എനിവേ, ആ ഒരു നിലയിലേക്കാണ് നമ്മുടെ കമ്പനി മാറിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ സാഗർ ജോഷി എന്ന് പറയുന്ന വ്യക്തിയെ നേരിട്ട് കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാൻ വഴിയും അദ്ദേഹം നല്ല വിഷണറി ഉള്ള ഒരു മനുഷ്യനാണ്. ഈ ബിസിനസ് എങ്ങനെ സക്സസ് ആക്കി കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ബോധ്യമുള്ള ആളുകളാണ്. ഏറ്റവും ബിഗിനർ ബോട്ടം ലെവലിൽ വരുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്ന കമ്പനി. എല്ലാ കമ്പനികളിലും സംഭവിക്കും, നമ്മൾ ഒരു കമ്പനിയിൽ ഒരു 15,000 രൂപയൊക്കെ വരുമാനം മേടിക്കണമെങ്കിൽ ആ കമ്പനിയിൽ മിനിമം ഒരു 5 തൊട്ട് 6 മാസം വരെ പ്രവർത്തിക്കുന്ന സമയത്താണ് 15,000 രൂപയൊക്കെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ആകെ കിട്ടുള്ളൂ. പക്ഷെ പ്രവർത്തിക്കാനുള്ള ഒരു മൈൻഡുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ബയോട്ടോറിയം ബിസിനസ് ആരംഭിച്ച് 24 മണിക്കൂറിനുള്ളിൽ ആ വരുമാനത്തിലേക്ക് 15,000 രൂപ വേണമെങ്കിൽ അദ്ദേഹം വിചാരിച്ചാൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അദ്ദേഹം മനസ്സ് വെച്ചാൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. അതാണ് ഈ ബിസിനസിന്റെ പ്രത്യേകത. പല കമ്പനികളിലും 6 മാസം 7 മാസം ഒക്കെ പ്രവർത്തിക്കുന്ന സമയത്താണ് ആകെ 15,000 രൂപ കിട്ടുന്നത്. എന്നാൽ ഒരൊറ്റ ദിവസത്തെ വരുമാനം 15,000 രൂപ മേടിക്കാനായിട്ടും 50,000 രൂപ മേടിക്കാനൊക്കെ എല്ലാം ഈ ബിസിനസ്സിലൂടെ കഴിയുമെന്നുള്ളതാണ്. ആ ലെവലിലേക്ക് നമ്മുടെ ബിസിനസ് മാറ്റിയെടുക്കുക അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. സ്ഥിരമായി ഈ ബിസിനസിന്റെ ഭാഗമായി നിൽക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയുക. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ ലൈഫേ ഉള്ളൂ. ഒരൊറ്റ ലൈഫേ ഉള്ളൂ. നമുക്ക് സക്സസ് ആവണം. ഒരുപാട് അപമാനങ്ങൾ നമ്മൾ നേരിട്ടുണ്ടാവും. നിങ്ങൾ ചിന്തിക്കുക, നമുക്ക് പൈസ ഇല്ലായ്മയുടെ പേരിൽ നമ്മളെ പല സ്ഥലങ്ങളിലും മാറ്റി നിർത്തിയിട്ടുണ്ടാവാം. നമ്മൾ വന്ന വാഹനത്തിന്റെ വലിപ്പക്കുറവ് മൂലം ചില വീടുകളിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്തിയിട്ടുണ്ടാവാം. നമ്മുടെ ദാരിദ്ര്യാവസ്ഥ കണ്ടിട്ട് ചില ബന്ധുക്കൾ നമ്മളെ മാറ്റി നിർത്തിയിട്ടുണ്ടാവാം. സ്വന്തം അമ്മ പോലും ചിലപ്പോൾ വിളമ്പിത്തരുന്ന മക്കളുടെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വിളമ്പിത്തരുന്ന വറ്റിന് പോലും ചിലപ്പോൾ ചില വീടുകളിൽ അതിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇത് അനുഭവിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവും ജീവിതത്തിൽ. സക്സസ് അല്ലാത്ത ആളുകൾക്ക് കിട്ടുന്ന നാട്ടിലെ പരിഗണന എന്താണെന്ന് നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ജീവിതത്തിൽ സക്സസ് ആവണം. വരുമാനം, പൈസയാണ് ലോകത്തെ എല്ലാ കാര്യത്തിന്റെയും അടിസ്ഥാനം എന്ന് നമുക്ക് ഉറപ്പിച്ച് അറിയാവുന്ന കാര്യമാണ്. എല്ലാ കാര്യത്തിന്റെയും. ചില ആളുകൾ പറയും പൈസ കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. പൈസയാണ് പ്രിയപ്പെട്ടവര്. ഇപ്പൊ സ്കൂൾ തുറക്കാൻ വേണ്ടി പോവാണ്. സ്കൂൾ തുറക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക് പുസ്തകം വേണം. ചെറിയ ആളുകളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മുടെ പേരക്കുട്ടികളായിട്ടുള്ള ആള്, ഇതിനെല്ലാത്തിനും പൈസ വേണം. ഈ പൈസ ഇല്ലാതെ നമ്മളൊരു കടയുടെ വാതിക്കൽ ചെന്ന് നിന്നിട്ട് ഞാൻ എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരാളും പുസ്തകം തരില്ല, ഒരാളും ബാഗ് തരില്ല. ദാരിദ്ര്യാവസ്ഥ. ഇപ്പൊ വീച്ചേറിന്റെ മോളെ പഠിക്കാനായിട്ട് കൊച്ചിയിൽ ഇവിടെ കഴിഞ്ഞ ദിവസം ചേർക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ചേർത്തിട്ടുണ്ട്. ഒരു വർഷം പഠിക്കാനായിട്ട് 3 ലക്ഷം രൂപ കൊടുക്കണം. ഒരു വർഷത്തേക്കുള്ള ഫീസ് 3 ലക്ഷം രൂപയാണ്. അപ്പൊ നമ്മൾ പൈസ ഇല്ലെങ്കിലും ജീവിക്കാം, സ്നേഹം കൊണ്ട് ജീവിക്കാം എന്ന് പറഞ്ഞാൽ ആ കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല. അല്ലെ ഒരു മക്കളുടെ നല്ല ലൈഫ് ആഗ്രഹിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ നിലക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്തായാലും സമയം കുറച്ചധികമായി. പ്രിയപ്പെട്ടവരെ, പൈസ ഉണ്ടാക്കാൻ കഴിയാവുന്ന, വരുമാനം ഉണ്ടാക്കാൻ കഴിയാവുന്ന മഹത്തരമായ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മേഖലയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. നിങ്ങളുടെ കൂടെ നിങ്ങളെ സക്സസ് ആക്കാനായിട്ട് ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. ആത്മാർത്ഥമായിട്ട് നമ്മൾ തിരിച്ചറിയുക, അത്തരക്കാരെ തിരിച്ചറിയുക, അവരുടെ കൂടെ നിൽക്കുക, ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക. നിങ്ങൾ എല്ലാ കാര്യത്തിലും ബയോട്ടോറിയം എന്ന ഒറ്റ കൺസെപ്റ്റ് മാത്രമേ നമ്മളെ സംബന്ധിച്ചുള്ളൂ. ഒരൊറ്റ ടീം എന്നുള്ള നിലയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും നിങ്ങൾ എല്ലാവരുടെ കൂടെ നമ്മളെല്ലാവരും ഉണ്ട്. ഒരു ജ്യേഷ്ഠനെ പോലെ, ഒരു സഹോദരനെ പോലെ, ഒരു അനിയനെ പോലെ, ഒരു മകനെ പോലെ നിങ്ങളുടെ കൂടെ ആത്മാർത്ഥമായിട്ട് ഏത് സമയത്തും ബയോട്ടോറിയത്തിന് വേണ്ടി 24/7 പ്രവർത്തിക്കാൻ സജ്ജമായിട്ട്, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് തീരുമാനമെടുത്ത് ഈ ബിസിനസ്സിൽ സക്സസ് ആവും എന്നുള്ള ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. 100% ഈ ബിസിനസ്സിൽ സക്സസ് ആയേ അടങ്ങുള്ളൂ. ഇതൊരു വാശിയാണ്. വേറെ ആരെയും നമുക്ക് തോൽക്കാതിരിക്കാനായിട്ടുള്ള ഒരു വാശിയാണ്. മറ്റാരെയും തോൽപ്പിക്കാൻ വേണ്ടിയല്ല, നമുക്ക് സ്വയം തോൽക്കാതിരിക്കാനുള്ള ഒരു വാശിയാണ്. ആ വാശിക്ക് വേണ്ടി ഞാൻ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. ഇന്നത്തെ ഒരു ദിവസം, ഈ ഒരു ദിവസം ആ ഒരു വാശിക്ക് വേണ്ടി ഒരു സെയിലെങ്കിലും ഞാൻ എടുക്കുമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക. പ്രിയപ്പെട്ടവരെ, സക്സസ് എന്ന് പറഞ്ഞാൽ ആരുടെയും കുത്തകയല്ല, നമ്മുടെ ഓരോരുത്തർക്കും കഴിയും. സക്സസ് ആരുടെയും കുത്തകയല്ല. വീണ്ടും വീണ്ടും പറയാണ്, നമുക്ക് വിജയിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച് സർ. ഇന്ന് ഫീൽഡിൽ ഇറങ്ങുമ്പോഴും
അതിനകത്ത് ഒപ്പം സെയിൽ കിട്ടുന്നതിനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ സാർ ഇന്ന് പ്രസന്റേഷൻ അവതരിപ്പിക്കുകയുണ്ടായി. താങ്ക് യു സോ മച്ച്. ഇന്ന് സത്യം പറഞ്ഞ സൂമിൽ കയറാത്തവർക്ക് വൻ നഷ്ടം എന്ന് പറയാം. അല്ലെ, എഴുതി വെച്ചാൽ പോലും ചിലപ്പോ മറക്കുന്ന ഒരവസ്ഥ. ഇപ്പോൾ ഇന്ന് ആരുടെ മനസ്സില് മറക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ലളിതമായിട്ട് ഏതൊരു മനുഷ്യർക്കും മനസ്സിലിരിക്കുന്ന രീതിയിൽ നല്ല വ്യക്തമായിട്ട് ഇന്ന് നമുക്ക് സാറ് നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കുകയുണ്ടായി. ഇന്ന് സത്യം പറഞ്ഞ ഇത് തന്നെയാണ് നമ്മൾ ഈ എനർജി ഡ്രിങ്ക് കിട്ടുന്ന സൂമിൽ കിട്ടുന്ന എനർജി ഡ്രിങ്ക് എന്ന് പറയുന്നത് കുടിക്കുന്നതിലോ നമ്മള് അന്വേഷിക്കുന്നത് ഒന്നുമല്ല. നമുക്ക് സൂമിൽ കിട്ടുന്ന എനർജി ഡ്രിങ്ക് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഓരോ ലീഡേഴ്സിന്റെ മനസ്സിൽ നിന്ന് അവർ പകർന്നു തരുന്ന അറിവിനെയാണ് നമ്മൾ എനർജി ഡ്രിങ്ക് എന്ന് പറയുന്നത്. ഇന്ന് സത്യം പറഞ്ഞ ഇപ്പൊ ഈ ഇരിക്കുന്ന ഓരോ ഗ്രേറ്റ് ലീഡേഴ്സിനും സത്യം പറഞ്ഞ വീട്ടിൽ ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അതുപോലെ ഒരു ഇപ്പൊ ഷാജി സാറിനൊക്കെ കണ്ട സാറിന്റെ ഒരു ചിരിയും ആ ഒരു ഇതും കണ്ടാൽ തന്നെ അറിയാം സാറ് ഇത് കഴിഞ്ഞാൽ തന്നെ ഇറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് ഫീൽഡിലേക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആവണം. കാരണം അതുപോലെ നല്ല രീതിയിലാണ് ഇന്ന് സാർ നമുക്ക് മോട്ടിവേഷൻ തന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇന്ന് ഇറങ്ങി പ്രവർത്തിച്ച് നമുക്ക് ഇന്ന് തന്നെ ഒരു സെയിൽ കിട്ടാവുന്ന രീതിയിൽ എല്ലാവർക്കും സാധിക്കട്ടെ. അതുപോലെ തന്നെ ഞാൻ ഈ ഫുൾ ടൈം ഞാൻ സത്യം പറഞ്ഞ വർക്കിൽ എനിക്ക് പറ്റുന്നില്ല. കാരണം എന്റെ വീട്ടില് എന്റെ ഹസ്ബൻഡ് സത്യം പറഞ്ഞ നേറ്റീവ് ആണ്. എന്നാൽ കിട്ടുന്ന അവസരം ഞാൻ നല്ല രീതിയിൽ ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ എന്റെ മുമ്പിലുള്ളവരെല്ലാം എനിക്ക് കസ്റ്റമറാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ തന്നെ ഞാൻ ബസ്സിൽ ഇരുന്നപ്പോൾ ഒരു അനുഭവം പറയാം. ഇപ്പൊ സാർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്റെ അനുഭവം പറയാം. ബസ്സിൽ ഇരുന്ന് തൊട്ടടുത്ത സീറ്റിലിരുന്ന ചേച്ചി പട്ടിമറ്റം തൊട്ട് പള്ളിക്കര വരെ ആ ഫോണിൽ കണ്ടിന്യൂ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇറങ്ങണേക്കെ മുമ്പ് ആളുടെ നമ്പർ ഒന്ന് എനിക്ക് മേടിക്കണം. ബിസിനസ് ആയിട്ട് പറയണ്ട. അപ്പൊ ഞാൻ വെറുതെ ഇടയ്ക്ക് നോക്കി ഒന്ന് ചിരിക്കും. അതുപോലെ തന്നെ മേഡത്തിനോട് നോക്കിയിട്ട് ഒരു കോൾ കട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഓ മേഡത്തിന്റെ ശരീരത്തിൽ എത്രമാത്രം റേഡിയേഷൻ ആയിരിക്കും കയറുന്നത്, ഒരു ദിവസം എത്രയാ ഇങ്ങനെ ഫോൺ ചെയ്യുമ്പോ. മേഡത്തിന് എന്താ ഫീൽഡ് എന്ന് പറഞ്ഞപ്പോ മേഡം പറഞ്ഞു ഒരു IT കമ്പനിയിലെ മെയിൻ ആളാണ്. എനിക്ക് ഫുൾ ടൈം ഞാൻ ഒരു ഇത്രയും 12 മണിക്കൂറിൽ 11 മണിക്കൂർ ഞാൻ ഫോണിലായിരിക്കും. അപ്പൊ ഞാൻ ഈ റേഡിയേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് റേഡിയേഷൻ കേൾക്കാം, കാരണം എന്റെ കയ്യിൽ റിസ്റ്റ് ബാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഈ റിസ്റ്റ് ബാൻഡ് കാണിച്ച് തന്നെ ഞാൻ ആ മേഡത്തിന്റെ നമ്പർ മേടിച്ചു. ആ സമയം നമ്മൾ ആ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഫുള്ള് നമ്മുടെ ബിസിനസ് പറയാൻ പോയാലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പൊ നമുക്ക് ആ റിസ്റ്റ് ബാൻഡിലൂടെ തന്നെ ആ മാഡത്തിനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വിത്തിൻ സെക്കൻഡ് കൊണ്ട് ഞാൻ അപ്പൊ എന്നോട് പറയാണ് എടുക്കാൻ വെക്കണേ എന്നാൽ ഇതിൽ കിട്ടി ഒരാൾക്ക് ഒരു നല്ലത് എന്ന് കിട്ടിയെന്ന ഒരാളെ എനിക്ക് പരിചയപ്പെടുത്തി തരാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അപ്പൊ തന്നെ ഞാൻ അഭിലാഷ് സാറിനെ കണക്ട് ചെയ്ത് കൊടുത്തു. അഭിലാഷ് സാർ സംസാരിച്ചു. ആ ആള് ബസ്സിൽ ഒപ്പം ഞങ്ങൾ കല്ലൂര് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ ആൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. എന്തായാലും പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം, ഞാൻ ഇന്ന് വിളിക്കാട്ടോ എന്ന് പറഞ്ഞ എന്നെ മാഡം വിളിക്കേണ്ടേ. വൈകുന്നേരം തന്നെ മാഡം എന്നെ വിളിക്കേണ്ടേ. അതൊക്കെ ഒരു നല്ല ഒരു ഇതാണ്. അപ്പൊ സാറ് പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന അവസരം നമുക്ക് 3 മണിക്കൂറായാലും 4 മണിക്കൂറായാലും അരമണിക്കൂറായാലും കിട്ടുന്ന അവസരം മുമ്പിലുള്ള കസ്റ്റമർ എല്ലാം നമുക്ക് ബിസിനസ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റട്ടെ. ഞാൻ അങ്ങനെയാണ്. കാരണം എന്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ വന്ന ഒരു ചേച്ചി, ആ ചേച്ചിക്ക് ഒരു കൂട്ട് പോയപ്പോൾ 5 മിനിറ്റ് സംസാരിക്കാൻ കിട്ടിയതുകൊണ്ട് എനിക്ക് അവിടെ ഒരു സെയിൽ എടുക്കാൻ പറ്റി. ഒരു മോർപോറി തുടങ്ങിയ ഒരു ബന്ധം 9,800ന്റെ ഒരു 50 PVയുടെ ഒരു പ്രൊഡക്റ്റിൽ എത്തിക്കേണ്ടേ. അപ്പൊ നിമിഷ നേരം കൊണ്ട് നമുക്ക് ഒരു 5 മിനിറ്റ് കിട്ടുകയാണെങ്കിൽ ആ 5 മിനിറ്റ് അവരുടെ എന്താണ് പ്രശ്നം എന്ന് വിചാരിച്ച് അവരുടെ ഒപ്പം ചേർന്ന് നിൽക്കാൻ പറ്റിയാലും നമുക്ക് സത്യം പറഞ്ഞ സെയിൽ എടുക്കാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് നമുക്കൊരു ബിസിനസ് കണ്ടിന്യൂ അവരെ പറഞ്ഞ് തലയിലാക്കി ഒന്നും വേണ്ട. അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അവരുടെ ഒപ്പം നിന്ന് എല്ലാം പറയാൻ പറ്റിയാൽ തന്നെ നമുക്ക് അവിടെ തന്നെ സെയിൽ കിട്ടും. ഇന്ന് എല്ലാവർക്കും സെയിൽ എടുക്കാൻ സാധിക്കട്ടെ. ഇന്ന് ഈ സാറിന്റെ വാക്കുകളിലൂടെ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം കൺക്ലൂഡ് സെക്ഷനിലെ മനോജ് സാർ അവൈലബിൾ ആണോ? വൈൻഡ് അപ്പ് സെക്ഷന് അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ ഇന്ന് ഈ പവർഫുൾ മീറ്റില് കിട്ടിയ അറിവ് വെച്ച് മുമ്പോട്ട് ഇന്നത്തെ ദിവസം എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഇന്നത്തെ ഈ പവർഫുൾ സൂം വൈൻഡ് അപ്പ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.